ഹലോ, ഗുഡ് മോർണിംഗ്. എങ്ങനെ കഴിഞ്ഞ 2 ക്ലാസ് മനസ്സിലായോ? അത് കേട്ടോ? ഇനി മിക്കവാറും 2 ക്ലാസ്സും കൂടി ആകുമ്പോൾ എല്ലാം കഴിയും തോന്നുന്നു. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. കുറേയധികം കുട്ടികളത് വിഷമം പറയാറുണ്ട്. കുറച്ച് ചോദ്യങ്ങളതിലുള്ളൂ. സ്ഥിരമായി പ്രോബ്ലം ചോദിക്കാറുണ്ട്. പ്രോബ്ലത്തിന് ഒരു 3-4 ഫോർമുലകൾ, പിന്നെ ഒരു ഡെറിവേഷൻ, ഒരു 3 സ്കെച്ചുകൾ. ആ 3 സ്കെച്ചാണെന്ന് സൂക്ഷിച്ച് വരയ്ക്കേണ്ടത്. സ്കെച്ച് വരയ്ക്കാൻ പറയാറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് എടുക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് നോക്കി വെക്കാം. ഹ്യൂമൺ ഐ ആകുമ്പോൾ അതിന്ന് പ്രോബ്ലം മാത്രമേ ചോദിക്കാറുള്ളൂ. അല്ലാണ്ട് കണ്ണിൻ്റെ പടം വരച്ച് വിഷമിക്കൊന്നും വേണ്ട. അത് ഫിസിക്സ് അല്ല, ബയോളജി ടീച്ചേഴ്സിൻ്റെയാണ്. അപ്പോൾ ഹ്യൂമൺ ഐയിൽ പ്രോബ്ലംസ്, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, സ്കെച്ച് വരയ്ക്കാൻ പറയും. മാഗ്നിഫിക്കേഷൻ്റെ ഡെറിവേഷൻ ചോദിക്കും. അതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കും. ഇതൊന്നും അത്ര കോംപ്ലക്സ് പ്രോബ്ലംസ് അല്ല. തന്നത് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് ഓൾ. എന്താണ് തന്നെങ്കിൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ സോ ഐ എം ഡീലിംഗ് വിത്ത് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അതിൽ ആദ്യത്തേത് ഹ്യൂമൺ ഐ. മനുഷ്യൻ്റെ കണ്ണ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഫിസിക്സ് ബിഹൈൻഡ് ഇറ്റ്. അതിൻ്റെ ബയോളജിക്കൽ കൺസെപ്റ്റുകളൊന്നുമില്ല. ഫിസിക്സ് ബിഹൈൻഡ് ദി ഹ്യൂമൺ ഐ. ഹ്യൂമൺ ഐയിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള അതിൻ്റെ ചില പ്രത്യേക പാർട്സാണ്. ഹ്യൂമൺ ഐയുടെ എല്ലാ പാർട്ടൊന്നും ഞാൻ പഠിപ്പിക്കില്ല. നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ ബയോളജിയിൽ. ഹ്യൂമൺ ഐയിലെ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് സ്വല്പം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ഒരു ബയോളജി ടൈപ്പിൽ സ്കെച്ചല്ല വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു ചെറിയ പ്രൊജക്ഷൻ വിച്ച് വി കോൾ എസ് ദി കൊറോണ. അപ്പോൾ കൊറോണ നമുക്ക് കോർണിയ നമുക്ക് അത്ര പ്രധാനപ്പെട്ട സംഭവമൊന്നുമല്ല. ഒരു അതിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി അല്ലെങ്കിൽ നമുക്കത് പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. അതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് ബയോളജിക്കാർ പറഞ്ഞുതരും. നമ്മളെ സംബന്ധിച്ച് കോർണിയയുടെ പിന്നിലിരിക്കുന്ന ഒരു ലെൻസ് ഉണ്ട്, ഐ ലെൻസ്. ആൻഡ് ദീസ് ഐ ലെൻസ് ആർ കണക്റ്റഡ് ടു, അപ്പോൾ ഐ ലെൻസ് മാത്രമേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. Eye lens are connected to the main frame with a muscle called ciliary muscles. അപ്പോൾ ഈ ciliary muscles ഇവിടെയായിട്ട് ciliary muscles ഇവിടെയായിട്ട് കുറച്ച് മസിൽസ് വെച്ച് ഇതിനെ ഈ മെയിൻ ഫ്രെയിമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ciliary muscles നമുക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ്. പിന്നിലായിട്ട് റെറ്റിന. പിന്നിലായിട്ട് നമുക്കുള്ളത് പിന്നൊന്ന് റെറ്റിന ഇവിടെയായിട്ട്. ദെൻ ഇവിടെ നിന്ന് കുറച്ച് നെർവ്സ് പോകുന്നുണ്ട്, വിച്ച് കണക്ട്സ് അവർ ഹ്യൂമൺ ഐ ടു ദി ബ്രെയിൻ, വിച്ച് വി കോൾ ആസ് ദി ഓപ്റ്റിക് നെർവ്സ്. അപ്പം നമുക്ക് സിലിയറി മസിൽസ്, ഐ ലെൻസ്, റെറ്റിന, ഓപ്റ്റിക് നെർവ്സ്, ഈ 4 കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം. കോർണിയ നമ്മളെ സംബന്ധിച്ച് ആവശ്യമുള്ള സംഗതിയല്ല. ഇതിൻ്റെ മുന്നിലുള്ള ഈ പ്രൊട്ടക്ഷനൊക്കെ അത് ഒരുക്കുന്നുണ്ട്. ഹൗ വി ആർ സീയിങ് എൻ ഇമേജ്. മുന്നിലൊരു ഓബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇവിടെ നിന്ന് ഒരു റേ ഐ ലെൻസിലൂടെ നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. ഐ ലെൻസിലൂടെ കണ്ണിലേക്ക് ഒരു റേ എത്തുന്നു. ഇതിൻ്റെ ഒരു ഇമേജ് ഐ ലെൻസുമേ അല്ലെങ്കിൽ റെറ്റിനയിൽ, കുറച്ചും ചേർത്ത് വരയ്ക്കുക, റെറ്റിനയിൽ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. ദെൻ ദി റെറ്റിന വിൽ സെൻസ് ദി ഇമേജ്. കിട്ടുന്ന ഇൻഫർമേഷൻ, ഇമേജ്, ഇതൊക്കെ ഓപ്റ്റിക് നെർവിലൂടെ ബ്രെയിനിലേക്ക് എത്തുന്നു. ബ്രെയിൻ വിഷൻ്റെ ഒരു സെൻസേഷൻ നമുക്കുണ്ടാക്കി തരുന്നു. സോ സിമ്പിൾ അല്ലേ? അതിൻ്റെ കുഴപ്പമൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ സെൻസേഷൻ ഉണ്ടാക്കുന്നത്? നമ്മുടെ ക്യാമറയുടെ സെൻസർ പോലെ ഒരു സംഗതിയാണത്. അത് പിന്നെ ബ്രെയിനിലേക്ക് പോകുന്നു. USB കേബിൾ പോലെ ബ്രെയിനിലേക്ക് പോകുന്നു. ഇവിടെ നമുക്കൊരു ലെൻസ് ഉണ്ട്. ക്യാമറ ലെൻസ് ഓട്ടോ ഫോക്കസ് ലെൻസ് എന്നാണ് പറയുക, അല്ലേ? അപ്പോൾ അത്രയെങ്കിൽ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ അടുത്തൊരു പ്രശ്നം പറയുന്നത്, നമ്മൾ ഒരു ഓബ്ജക്റ്റ് വളരെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് ഇവിടെ ഉണ്ട്. പിന്നെ കാണുന്നത് കുറേ അകലെയുള്ളതായിരിക്കും. അകലെയുള്ളതും ഇവിടെ തന്നെ ഇമേജ് ഉണ്ടാക്കണം, അല്ലേ? നമുക്കറിയാം ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് മാറുമ്പോൾ ഇമേജ് ഡിസ്റ്റൻസും മാറും.
അല്ലേ? ലെൻസിൽ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് മാറുമ്പോൾ 1/f = 1/v - 1/u നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. ഇതനുസരിച്ച് ഓബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് മാറുമ്പോൾ ഇമേജിൻ്റെ ഡിസ്റ്റൻസും മാറും. അപ്പോൾ അത് റെറ്റിനയിൽ ഫോം ചെയ്യില്ല. അപ്പോൾ ഓബ്ജക്റ്റ് മാറുമ്പോൾ ഇമേജ് മാറാതിരിക്കണമെങ്കിൽ, കാരണം ഈ അകലം മാറാതിരിക്കണമെങ്കിൽ ഫോക്കൽ ലെങ്ത് മാറണം. എന്താ പറയുന്നത്? യു ചേഞ്ച്ഡ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിപ്പോൾ യു ചേഞ്ച് ചെയ്യുമ്പോൾ നോർമലി വി ഓൾസോ ചേഞ്ചസ്. ബട്ട് വി വാണ്ട് ദി വി ആസ് എ കോൺസ്റ്റൻറ്റ്. കണ്ണിൻ്റെ വലിപ്പം കോൺസ്റ്റൻ്റ് ആണ്. വി ആസ് എ കോൺസ്റ്റൻറ്റ് ഇമേജ് ഡിസ്റ്റൻസ്. സോ യു ചേഞ്ച്, വി ഈസ് ടു ബി കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ദിസ് ക്യാൻ ബി പ്രാക്ടിക്കലി ഓൺലി ഇഫ് ദി ഫോക്കൽ ലെങ്ത് ഈസ് എ കോൺസ്റ്റൻറ്റ്. എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് ഈസ് എ വേരിയബിൾ. അപ്പോൾ എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത്തിനെ മാറ്റുന്നത്? അവിടെയാണ് നമ്മൾ അടുത്തൊരു പ്രശ്നം പറയുന്നത്. ഈ സീലറി മസിൽസ് ഉപയോഗിച്ച് ഈ ഐ ലെൻസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും, ഐ ലെൻസ് ഒന്ന് വീർക്കും. സീലറി മസിൽസ് ഒന്ന് ടൈറ്റായി ഐ ലെൻസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. ഐ ലെൻസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഡിക്രീസസ്. എക്സ്പാൻഡ് ചെയ്തപ്പോൾ വലുതായപ്പോൾ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ലെൻസിന് പകരം അത് ഇങ്ങനെ ബൾജ്ഡ് ആകുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. റേഡിയസ് ഓഫ് കർവേച്ചർ എഫ് ഡിക്രീസസ്. അല്ലെങ്കിൽ സീലറി മസിൽസ് ഒന്ന് ടൈറ്റ് ആകുമ്പോൾ ആർ ഇത് കുറഞ്ഞ് ഭയങ്കര തിന്നാകും. ആർ ഇൻക്രീസ് ചെയ്യുന്നു. ഭയങ്കര തിന്നാകുമ്പോൾ ആർ ഇൻക്രീസസ്, എഫ് ഇൻക്രീസസ്. സോ ബൈ ദി വർക്ക് ഓഫ് ദി സീലറി മസിൽസ് നമ്മൾ അകലെയുള്ള ഒരു ഓബ്ജക്റ്റിനെ നോക്കിയുടനെ തന്നെ റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ സീലറി മസിൽസ് ബിഗിൻ ടു ആക്ട്. സീലറി മസിൽസ് ഈ ലെൻസിൻ്റെ തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് അഗെയിൻ ഇറ്റ് വിൽ ബ്രിങ് ദി ഇമേജ് ഇൻ ദി റെറ്റിന. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്കിൽ പഠിക്കേണ്ടത്. ഇതിനെ വിളിക്കുന്ന ഒരു പവർ ഓഫ് അക്കോമഡേഷൻ. ഇപ്പോൾ ഫിസിക്സിൽ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് ഈസ് ദി പവർ ഓഫ് അക്കോമഡേഷൻ? വി ക്യാൻ സീ നിയർ ബൈ ഓബ്ജക്റ്റ് ആൻഡ് ഫാർ ഓബ്ജക്റ്റ്. In both cases, u is changing, but v is not changing. This can be accommodated only by accommodating or adjusting the focal length. And the focal length is adjusted by adjusting the radius of curvature done by the ciliary muscles. So, by the work of the ciliary muscle, the radius of curvature, the lens expands, bulging of the lens, or r decreases, f decreases, or lens become thin and r become high and focal length will be high, and this is called the power of accommodation. അടുത്തൊരു പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഇത്രയൊക്കെയാണെങ്കിലും ഈ ലെൻസ് വീർക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റ് വിട്ട് ലെൻസിന് വീർക്കാൻ പറ്റില്ല. അതുപോലെ ലെൻസ് ചെറുതായി ഏറ്റവും തിന്നായി ഒരു ലിമിറ്റ് വിട്ട് തിന്നാകാൻ പറ്റില്ല. സോ ദി എക്സ്പാൻഷൻ ഓഫ് കംപ്രഷൻ ഓഫ് ദി ലെൻസ് ഹാവ് സം ലിമിറ്റേഷൻസ്. So that we can see only at a particular range only. അപ്പോൾ നമ്മൾ രണ്ട് വാക്കുകൾ പഠിക്കുന്നു. There is a minimum distance by which we can see with our eye. അതിനേക്കാൾ അടുത്തുള്ളവരെ നമുക്ക് കാണാൻ പറ്റില്ല. ആ ഡിസ്റ്റൻസിനെ നമ്മൾ ഡി എന്ന് വിളിക്കുന്നു. ദി മിനിമം ഡിസ്റ്റൻസ് വിച്ച് വി ക്യാൻ സീ. The object which we can see if it is at a minimum distance, and that distance is called d. Distance of least vision, minimum. നമ്മളിങ്ങനെ വായിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ അടുത്ത് പിടിച്ച് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കണ്ണ് ബ്ലർഡ് ആകാൻ തുടങ്ങും, സ്ട്രെയിൻ വരാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം പിന്നെ നമുക്ക് കാണുന്നില്ല. ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്നത് പേരാണ് ഡി. ഒരു ഹെൽത്തി മനുഷ്യന് ഇത് 25 സെൻറ്റിമീറ്ററാണ്. ബൈ ഹാർട്ട് പഠിക്കണം. The minimum distance of vision is called the least distance d, and for a healthy person it is nearly 25 centimeter. അതിനേക്കാൾ അടുത്തുള്ള കാണാൻ പറ്റില്ല, അതിനേക്കാൾ അകലിൽ കാണാം. അതുപോലെ തന്നെ എത്ര അകലിൽ നിന്ന് മനുഷ്യന് കാണാൻ പറ്റും? At present we calculated that it is up to infinity. Far vision, the far point of a healthy man, a healthy human being, is infinity, and the near point of a healthy human is 25 centimeter. അത്രയും പഠിച്ചോ? അടുത്ത പോയിന്റ്, അടുത്ത ക്വസ്റ്റ്യൻ. എപ്പോഴെങ്കിലും സീലറി മസിൽസിന് കേടുവരികയോ ലെൻസിന് കേടുവരികയോ ചെയ്താൽ, സീലറി മസിൽസ് കേടുവരുന്നു, ലെൻസ് കേടുവരുന്നു, കണ്ണിന് അസുഖം വരുന്നു. കണ്ണിന് ഒരുപാട് തരം അസുഖങ്ങളുണ്ട്. അത് ഡോക്ടർമാരൊക്കെയാണ് തീരുമാനിക്കുക, അവരാണ് അത് പഠിക്കുന്നത്. നമുക്ക് രണ്ട് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ.
We are not doctors. I am not a doctor. I have suggested physics things. That means suppose the ciliary muscles is not properly working due to many reasons. It is not properly working. The lens cannot expand as we desire, or lens cannot compress as we desire. Healthy മനുഷ്യന് കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ നിയർ വിഷൻ cannot be 25 sometimes. Far vision cannot be infinity sometimes. That particular issue can be removed by using spectacles, specs. കണ്ണട വെച്ചിട്ട് നമ്മളത് മാറ്റുന്നു. അപ്പോൾ ആ തരത്തിലുള്ള 3-4 അസുഖങ്ങൾ അവയ്ക്ക് എങ്ങനെയാണ് ഒരു സ്പെക്സ് കണ്ണട വർക്ക് ചെയ്യുന്നത്, ഐ ലെൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, അത്രയാണ് ഈ ഭാഗത്ത് നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. ആദ്യത്തേത്, സപ്പോസ് ഫോർ എ പേഴ്സൺ, അപ്പോൾ നമുക്ക് 4 ഡിഫക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, then പ്രസ്ബയോപ്പിയ ആൻഡ് അസ്റ്റിഗ്മാറ്റിസം. അങ്ങനെയുള്ള 4 അസുഖങ്ങളെക്കുറിച്ചും അതിൻ്റെ റെമഡികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ആദ്യത്തേത് മയോപ്പിയ. മയോപ്പിയയിലെ മയോപ്പിയ എന്ന് പറയുന്ന അസുഖം നമ്മൾ എന്താ പറയുക, ഷോർട്ട് സൈറ്റ് എന്ന പേരിൽ നമ്മൾ വിളിക്കാറുണ്ട്. ഷോർട്ട് സൈറ്റ്. 1 minute, the spelling is MY. Short sightedness. ഷോർട്ട് സൈറ്റ്നെസ് എന്ന പേരിൽ നമ്മളിതിനെ വിളിക്കുന്നു. അവർ ഐ സൈറ്റ് ഈസ് ഷോർട്ടഡ് എന്ന് പറഞ്ഞാൽ ഫാർ പോയിൻ്റ്, ഹെൽത്തി മനുഷ്യന് ഫാർ പോയിൻ്റ് ഇൻഫിനിറ്റിയാണ്. ദാറ്റ് ഈസ് ഡാമേജ്ഡ്. ഹി ക്യാൻ സീ ഓൺലി അപ് ടു സേ 2 meter, 3 meter അല്ലെങ്കിൽ 10 meter വരെ കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേത് കാണാൻ പറ്റുന്നില്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ലെൻസിലൂടെ ഉണ്ടാകുന്ന ഇമേജ് ഇവിടെയായിട്ട് ഫോം ചെയ്യാണ്. ഐ ലെൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാണ്ടായപ്പോൾ, സീലറി മസിൽസ് വർക്ക് ചെയ്യാണ്ടായപ്പോൾ ഐ ലെൻസ് ഫെയിൽഡ് ടു കൺവേർജ് ദി ഇമേജ് ടു റെറ്റിന. ഇറ്റ് ഫോംസ് ഹിയർ. അപ്പോൾ നമ്മൾ കാണുന്നില്ല. ഫാർ പോയിൻ്റ് ഇൻഫിനിറ്റി മാറിയിരിക്കുന്നു. എന്നിട്ടൊരു എക്സ് മീറ്റർ വരെ കാണാനുള്ളൂ. ഫാർ പോയിൻ്റ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള 1-2 പോയിൻ്റാണ് ഇതിൽ ഓർത്തിരിക്കേണ്ടത് പ്രോബ്ലം ചെയ്യാനായിട്ട്. ഫാർ പോയിൻ്റ് എല്ലാവർക്കും ഇൻഫിനിറ്റിയാണ്, എനിക്ക് എക്സ് വരെ കാണാൻ പറ്റുന്നുള്ളൂ. 2 meter, 5 meter വരെ കാണാൻ പറ്റുന്നുള്ളൂ. ആൻഡ് വാട്ട് ഈസ് ദി റെമഡി? ബൈ യൂസിങ് എ കോൺകേവ് ലെൻസ്. ഇനി ഓർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടത്, എന്തുകൊണ്ടോ കുട്ടികൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ലെൻസ് ഉപയോഗിച്ച് ഞാനൊരു കണ്ണട ഉപയോഗിക്കുമ്പോൾ അകലെയുള്ള വസ്തുവിൻ്റെ ഒരു ഇമേജ് എൻ്റെ കണ്ണിൽ ഫോം ചെയ്യുന്നില്ല. കണ്ണിലൊരിക്കലും ഇമേജ് ഫോം ചെയ്യാനുള്ള സ്ഥലവും ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഐ ലെൻസ് പ്രവർത്തിക്കുന്നത്? ഐ ലെൻസ് അല്ല, സ്പെക്സ്, എക്സ്ട്രാ ലെൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഈ മനുഷ്യന് he can see only up to the far point is up to x. far point is up to x എന്ന് പറഞ്ഞാൽ കണ്ണിന് എക്സ് വരെ കാണാൻ പറ്റുള്ളൂ. he wish to see up to infinity. ഇൻഫിനിറ്റി വരെയിൽ കാണണം. സാധാരണ ഹെൽത്തി മനുഷ്യൻ ഇൻഫിനിറ്റി വരെ കാണുന്നില്ലേ? സോ he will wear a glass, a specs. എക്സ്റ്റേണലാണ്, കണ്ണിൻ്റെ അകത്തേക്കൊന്നല്ല. ദാറ്റ് സ്പെക്സ് ഇൻഫിനിറ്റിയിലുള്ള ഒരു ഓബ്ജക്റ്റിൻ്റെ ഒരു ഇമേജ് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ദെൻ ഹ്യൂമൻ ഐ വിൽ സീ ഇറ്റ്. ഗ്ലാസ് സാധാരണ പത്തൊരു ഇമേജ് അല്ല ഉണ്ടാക്കുന്നത്. ഇൻഫിനിറ്റി സാധാരണ മനുഷ്യനെ എനിക്ക് എന്ത് കാണണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അതിൻ്റെ ഒരു ഇമേജ് എനിക്ക് കാണാവുന്ന അകലത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അപ്പോൾ കണ്ണതിനെ കാണുന്നു. അവിടുത്തെ കാണുന്നില്ലെങ്കിൽ അതിനെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അപ്പോൾ എൻ്റെ കണ്ണ് ശരിക്കും പ്രവർത്തിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കൊരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നടത്താമല്ലോ. സോറി ഫോർ എ സ്ലൈറ്റ് ഡിസ്റ്റർബൻസ്. ലെറ്റ് us കണ്ടിന്യൂ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞ? യു ഈക്വൽസ് ഇൻഫിനിറ്റി. അതായത് നമ്മുടെ ലെൻസ് ഇൻഫിനിറ്റിയുള്ള ഒരു ഓബ്ജക്റ്റിനെ എടുത്ത് ഐ സൈറ്റിൻ്റെ റീജിയനിൽ കൊണ്ടുവന്ന് വെക്കണം. ദെൻ ഐ വിൽ ഡു ദി റെസ്റ്റ്. പിന്നെ കണ്ണ് ശരിക്കാണ്ട് കാണും.
അപ്പോൾ യു ഈക്വൽസ് ഇൻഫിനിറ്റി ആകണം. അതിൻ്റെ ഇമേജിനെ കൊണ്ടുവയ്ക്കേണ്ടത് നമ്മുടെ വിഷൻ റേഞ്ചിൽ, അകലെയുള്ളതിനടുത്ത് നമ്മുടെ വിഷൻ റേഞ്ചിൽ. ഈ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. സിൻസ് ഇറ്റ് ഈസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്, യൂസ് നെഗറ്റീവ്, വി ഈസ് നെഗറ്റീവ്. സോ 1/f ഈക്വൽസ് 1/v മൈനസ് 1/u. 1/f ഈക്വൽസ് 1/(x) മൈനസ് 1/(∞). നെഗറ്റീവ് ഇൻഫിനിറ്റി ആയാലും പോസിറ്റീവ് ഇൻഫിനിറ്റി ആയാലും 1/∞ 0. സോ 1/f ഈക്വൽസ് 1/(x) ഓർ f ഈക്വൽസ് (x). ഒന്നുകിൽ ഈ ഫോർമുല ഓർത്തിരിക്കാം, ദിസ് ഈസ് ഓൺലി ഫോർ മയോപ്പിയ, അല്ലെങ്കിൽ ഈ മെത്തേഡ് ഓർത്തിരിക്കുക. ഇതാണ് ഏറ്റവും സ്റ്റാൻഡേർഡ്. ബിക്കോസ് ഇൻ ദി എൻട്രൻസ് എക്സാമിനേഷൻ ദേ വിൽ ട്വിസ്റ്റ് ദി തിങ്സ്. അപ്പോൾ ഫണ്ടമെൻ്റൽസിന് ചെയ്യാൻ പറ്റണം, അടുത്ത റെമഡീസും ഫണ്ടമെൻ്റൽസിന് ചെയ്യാൻ പറ്റണം. ഹോപ്പ് യു ക്യാൻ ഡു ഇറ്റ്. നൗ ലെറ്റ് us go to the next concept. അടുത്ത അസുഖം, പ്രധാനപ്പെട്ട മറ്റൊരു അസുഖം ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഈ ഹൈപ്പർമെട്രോപ്പിയയിൽ മലയാളത്തിൽ അതിനെ വെള്ളെഴുത്തെന്ന് വിളിക്കും, അല്ലെങ്കിൽ ലോങ് സൈറ്റ്നെസ് എന്ന് വിളിക്കും. നമുക്കിങ്ങനെ അടുത്ത് പിടിച്ചാൽ വായിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ അകലെ പിടിക്കണം. എന്ന് പറഞ്ഞാൽ ദി നിയർ പോയിൻ്റ് ഈസ് കറപ്റ്റഡ്. നിയർ പോയിൻ്റ് ഈസ് കറപ്റ്റഡ് എന്നാണത് ഹൈപ്പർമെട്രോപ്പിയ. ഹൈപ്പർമെട്രോപ്പിയ ഇൻ വിച്ച് ദി നിയർ പോയിൻ്റ് ഈസ് കറക്റ്റഡ്. ഡി 25 സെൻറ്റിമീറ്റർ അത് കേടുവന്നിരിക്കുന്നു. അപ്പോൾ എന്തുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹ്യൂമൺ ഐയിലെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടെയായിരിക്കും, റെറ്റിനയുടെ ബാക്കിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. സോ വി വിൽ നോട്ട് ഗെറ്റ് ക്ലിയർ ഇമേജ്. അതിന് കാരണം ഇതിൻ്റെ എക്സ്പാൻഷൻ കൺട്രാക്ഷൻ ഉണ്ടാകുന്ന പ്രോപ്പർട്ടി. ഒന്ന് എറേഴ്സ്, ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി എക്സ്പാൻഡിങ് ഓർ കൺട്രാക്റ്റിങ്. അപ്പോൾ നമുക്ക് അടുത്തുള്ളത് കാണാനില്ല. ഓക്കെ, അപ്പോൾ അടുത്തുള്ളത് കാണാനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ഉപയോഗിക്കേണ്ടി വരുന്നു. ഏത് തരത്തിലുള്ള ഗ്ലാസ് ഉപയോഗിക്കണം? ഇതാണ് നമുക്ക് കാണാൻ ഇഷ്ടമുള്ള സ്ഥലം. D = 25 സാധാരണ മനുഷ്യർക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ എൻ്റെ കണ്ണിന് പറ്റുന്നില്ല. എനിക്ക് 1 മീറ്റർ അകലെ കൊണ്ടുവന്ന് വെച്ചാലേ കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റും. ദിസ് തിങ് ഐ ക്യാൻ സി, മൈ ഐ വിൽ സി ദിസ് തിങ്സ്. ദിസ് തിങ്സ് മൈ ഐ കാൺ സി. അപ്പോൾ ഞാനൊരു ലെൻസ് ഉപയോഗിക്കണം. നോർമലി ഐ യൂസ് എ കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് എന്ത് ചെയ്യും? അപ്പോൾ ഇതാണ് എനിക്ക് കാണുന്ന റീജിയൻ. കോൺകേവ് ലെൻസ് വിൽ മേക്ക് ദി ഇമേജ് ഓഫ് ദിസ് ഓബ്ജക്റ്റ്, സോറി ഏതാ കണ്ടത്? 25 സെൻറ്റിമീറ്ററിൽ കാണണം. 25 സെൻറ്റിമീറ്ററിൽ കാണണം, പക്ഷേ എനിക്ക് ഇത്രയായാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കോൺകേവ് ലെൻസ് ഇതിൻ്റെ ഒരു ഇമേജിനെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. 25 സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു ഓബ്ജക്റ്റിനെ, കാണാൻ പറ്റാത്ത ഓബ്ജക്റ്റിൻ്റെ ഒരു ഇമേജ് നമ്മൾ കൈ നീട്ടി പിടിക്കുന്നതിന് പകരം ലെൻസ് തന്നെ ഇതിൻ്റെ ഒരു ഇമേജ് അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ എൻ്റെ ഐ പ്രോപ്പറായിട്ട് അതിനെ കാണുന്നു. നേരത്തെ പറഞ്ഞ പോലെ പറയുന്നു, കണ്ണിൻ്റെ ഉള്ളിൽ ഒരാൾ ഇമേജ് ഉണ്ടാക്കുന്നില്ല, എനിക്ക് ഇത് കാണാൻ പറ്റുന്നില്ല, ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ എടുത്ത് ഇവിടെ കൊണ്ടുപോയി വയ്ക്കുന്നു. അപ്പോൾ ഏതാണ് യു? ഈ ഒരു ഇമേജിനെ, കാണാൻ വിചാരിച്ചൊരു ഇമേജിനെ യു വിച്ച് വിൽ ബി ഈക്വൽ ടു ഡി. അല്ലെങ്കിൽ അവർ തരുന്നത്, അവരെത്ര തരുന്നെങ്കിൽ മിനിമം വിഷൻ എവിടെ കൊണ്ടു വയ്ക്കണം? അകലെ കൊണ്ടു വയ്ക്കണം. സോ ദാറ്റ് ഈസ് ദി വി. നേരത്തെ അതുപോലെ തന്നെ 1/f കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 1/f equals 1/v minus 1/u. Both are negative. So it will be 1/f equals 1/v. കാണാൻ ഉദ്ദേശിച്ച ഡിസ്റ്റൻസ് വേണമെങ്കിൽ x എന്ന് വിളിച്ചോളൂ. എനിക്ക് x വരെ കാണാൻ പറ്റുന്നുള്ളൂ, d വരെ കാണണം. അപ്പോൾ 1/x മൈനസ് 1/(-d). 1/x minus 1/(-d). Using that you can calculate the focal length. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഞാനിത് പഠിക്കാനാണ് പറയാം. ഈ കൺസെപ്റ്റ്, രണ്ടിനും കൺസെപ്റ്റ്. അടുത്തുള്ള കാണാത്തതിനെ അകലെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ദിസ് വിൽ ബി ദി യു, കൊണ്ടുവന്ന വെച്ച സ്ഥലം വി. എപ്പോഴും കൊണ്ടുവന്ന വെച്ച ഫൈനൽ പൊസിഷൻ ഈസ് വി, ഇനീഷ്യൽ പൊസിഷൻ ഈസ് യു. ഇത് രണ്ടുപേർ തരും. ഇത് തരില്ല, 25 അസ്യൂം ചെയ്യാം. ഇതവർ തരും. എൻ്റെ നിയർ വിഷൻ എത്രയാണ്? വി ക്യാൻ കറക്റ്റ് ഇറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന ഒരു അസുഖമായി നമ്മളിതിനെ കാണുന്നു. മൂന്നാമതൊരു അസുഖം പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നൊരു അസുഖമാണ്. പ്രസ്ബയോപ്പിയ
പ്രസ്ബയോപ്പിയ. ഇത് രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ്ചർ എന്ന് പറഞ്ഞാൽ മയോപ്പിയ പേഷ്യൻ്റ് ആണ്, അതുകൊണ്ട് അകലിൽ കാണാനില്ല. ഹൈപ്പർമെട്രോപ്പിയ പേഷ്യൻ്റ് ആണ്, അതുകൊണ്ട് അടുത്തുള്ളതും കാണാനില്ല. ഒരു സെൻട്രൽ റീജിയൻ മാത്രമേ കാണുള്ളൂ. മൈ ഫാർ പോയിൻ്റ് ഈസ് കറപ്റ്റഡ്, മൈ നിയർ പോയിൻ്റ് ഈസ് കറപ്റ്റഡ്. ഇതിന് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, വേറെ വഴികളൊന്നുമില്ല. ഇത് രണ്ടും കൂടി ഇങ്ങനെ കേടുവരുന്നത് എത്ര വലിയ ദുരിതം കണ്ണിന് അല്ല, അത് സിമ്പിളാണ്. ചെറുപ്പത്തിലേ എനിക്ക് മയോപ്പിയ വരുന്നു, ഫാർ പോയിൻ്റ് കറപ്റ്റഡ് ആകുന്നു ഡ്യൂ ടു സം എറർ. പ്രായമാകുമ്പോൾ എല്ലാവർക്കും ഹൈപ്പർമെട്രോപ്പിയ വന്നിരിക്കും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ലെൻസ് എക്സ്പാൻഡ് ചെയ്ത് കൺട്രാക്ട് ചെയ്ത് സീലറി മസിൽസിൻ്റെ പവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ചെറുപ്രായത്തിൽ മയോപ്പിയ വന്ന ആൾക്ക് ഒരു 50 വയസ്സെത്തുമ്പോൾ ആസ് യൂഷ്വൽ പ്രായമാർക്ക് വരുന്ന ഹൈപ്പർമെട്രോപ്പിയും കൂടി വരും. അപ്പോൾ രണ്ടും കൂടി വരുമ്പോൾ അടുത്തുള്ളും കാണാനില്ല, അകലിലും കാണാനില്ല. ഇതിന് പ്രത്യേകിച്ച് വേറെ റെമഡികളൊന്നുമില്ല. വി വിൽ യൂസ് എ ബൈഫോക്കൽ ലെൻസ്. 2 ലെൻസുകൾ നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഈ കണ്ണാടി ഉണ്ടല്ലോ, കണ്ണാടിയുടെ നമ്മൾ അകലികൾ കാണുക അപ്പർ റീജിയൻ കൊണ്ടാണ്, കണ്ണുയർത്തി വിളിച്ച അപ്പർ, സ്പെക്സിൻ്റെ മുകൾ വശം കൊണ്ടുള്ള അകലികൾ കാണുക. അപ്പോൾ കണ്ണാടി ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ഫാർ പോയിൻ്റ് കറപ്ഷനുള്ള ലെൻസ് ഉപയോഗിക്കും, എന്ന് പറഞ്ഞാൽ കോൺകേവ്. താഴെ നിയർ പോയിൻ്റ് കറക്ഷനുള്ള കോൺവെക്സ് ഉപയോഗിക്കും. 2 ലെൻസും കൂടി ഒരു ഫ്രെയിം ഇടും, ഇത്രയേ ഉള്ളൂ, ബൈഫോക്കൽ ലെൻസ്. അപ്പോൾ ഇത് പരീക്ഷിച്ച് ചോദിച്ചാൽ 2 പ്രോബ്ലം ഒറ്റയ്ക്ക് ചെയ്യാം. ഫാർ പോയിൻ്റ് കറക്ഷൻ്റെ ഫോക്കൽ ലെങ്ത് കാണുക, അത് അപ്പർ റീജിയനിലേക്ക് വിടുക. നിയർ പോയിൻ്റ് കറക്ഷൻ കാണുക, അത് താഴേക്ക് വിടുക. ഇവിടെ വേണമെങ്കിൽ ഓർക്കാവുന്നൊരു പോയിൻ്റ് കൂടി എൻ്റെ എൻട്രൻസിൽ ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്, നോട്ട് ഇത് ഇൻക്ലൂഡഡ് ഇൻ യുവർ സിലബസ്, മീൻസ് ബോർഡ് എക്സാം സിലബസിലില്ല. ഇങ്ങനെ 2 വെക്കുന്നതിന് പകരം now there is a type of lens in market called progressive lens. Progressive lens എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പീസുമ്പോൾ തന്നെ, ഒറ്റ ഗ്ലാസുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫോക്കൽ ലെങ്ത്ത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോക്കൽ ലെങ്ത്ത് മാറി വരുന്നു. എ ഗ്രാജുവൽ ഗ്രഡേഷൻ ഓഫ് ഫോക്കൽ ലെങ്ത്സ്, ഐദർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. എന്തായാലും കോൺകേവ് പ്ലസ്, ഇപ്പോൾ പ്ലസ് ഒരു ഫോക്കൽ ലെങ്ത്ത് നിന്ന് കുറേശ്ശെ കുറഞ്ഞ് മൈനസ്, ഇപ്പോൾ +2 ആണ് വേണ്ടതെന്ന് വരിക, ഇവിടെ -10 ആണ് വേണ്ടതെന്ന് കരുതുക. ഇവിടെ +2ഉം -10ഉം വെക്കുന്നതിന് പകരം +2 +1 0 -1 -2 അങ്ങനെ ഗ്രാജുവലായിട്ട് കൂടി വന്നാൽ കണ്ണിന് കുറേ കൂടി കംഫർട്ടാണെന്ന് മനസ്സിലാകുന്നു. സോ എ ഗ്രാജുവൽ ഗ്രഡേഷൻ ഇൻ ഫോക്കൽ ലെങ്ത് ഇസ് കോൾഡ് പ്രോഗ്രസീവ് ലെൻസ്. അടുത്ത ഒരു അസുഖം എസ്റ്റിഗ്മാറ്റിസം. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അസുഖമാണ് പലർക്കും ഉണ്ടാകുന്നത്. ഇത് ഹൈലി ഹെറിഡിറ്ററി ആണെന്ന് ഡോക്ടർമാർ പറയുന്നു. ഒരു ഫാമിലിക്ക് മുഴുവൻ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇതിൽ വരുന്നത് വി കാൺറ്റ് കോൺസെൻട്രേറ്റ് ഓൺ വെർട്ടിക്കൽ ലൈൻസ് ഇഫ് വി കോൺസെൻട്രേറ്റ് ഓൺ ദി ഹൊറിസോണ്ടൽ ലൈൻസ്. നമ്മൾ കാണുന്നതിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻസിൽ ശ്രദ്ധിച്ചാൽ വെർട്ടിക്കൽ ലൈൻസും ബ്ലർഡ് ആകും. വെർട്ടിക്കൽ ലൈൻസ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഹൊറിസോണ്ടൽ ലൈൻസും ബ്ലർഡ് ആകും. മനസ്സിലായോ? അപ്പോൾ ഫോക്കൽ ലെങ്ത്തിൽ രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ ദി ഇമേജ് വിൽ ബി ബ്ലർഡ്. ഇതിന് കാരണം സാധാരണ ഒരു ഐ ലെൻസിന് നോർമലി ദി കർവേച്ചർ വിൽ ബി ഈക്വൽ, ദാറ്റ് മീൻസ് സിമെട്രിക്കൽ. 2 റേഡിയസ് ഓഫ് കർവേച്ചറും സെയിം ആയിരിക്കും, സിമെട്രിക്കൽ ആയിരിക്കും നോർമലി. ഓക്കെ. പക്ഷേ ചില സിറ്റുവേഷനിൽ സിലറി മസിൽസിൻ്റെ വർക്കിംഗ് പ്രോപ്പർ അല്ലാണ്ട് വരുമ്പോൾ ദർ വിൽ ബി എ ഡിഫോർമേഷൻ ദി കർവേച്ചർ, മീൻസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വിൽ നോട്ട് ബി ഐഡൻറ്റിക്കൽ. ഒരു വശം മാത്രം പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ചെയ്തു, മറുവശം എക്സ്പാൻഡ് ചെയ്യുന്നില്ല. മീൻസ് ഇവിടെ ഇതും ഇവിടെ ഇങ്ങനെയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദി കർവേച്ചർ ഡിഫറൻസ്. സോ നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. ഡ്യൂ ടു അസ്റ്റിഗ്മാറ്റിസം വി കാൺറ്റ് കോൺസെൻട്രേറ്റ് ഓൺ, if we concentrate on the vertical lines we can't concentrate on the horizontal lines, and if we concentrate on the horizontal lines we can't concentrate on the vertical lines. Okay, then it can be, and this is due to the imperfect position of the or imperfect dimension of the radius of curvature, or the difference in the radius of curvature on both sides, or imperfection in the symmetry എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, സിമെട്രിക്കൽ അല്ലാതെ വരിക. And it can be remedied or it can be removed by a particular type of lens called cylindrical lens. Cylindrical lens എന്ന് പറയുന്ന ഒരു ലെൻസ് ഉപയോഗിച്ച് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. Okay, now we are passing to the next concept, that is the concept of the microscope. A
സിമ്പിൾ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് രണ്ട് തരണം നമുക്ക് പഠിക്കാനുണ്ട് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ. വൺ ഈസ് കോൾഡ് ദി സിമ്പിൾ മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധാരണ മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇതിൽ ഓർക്കേണ്ടത് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒരു കോൺവെക്സ് ലെൻസ്, വിൽ യൂസ് എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് സാധാരണ ഡിമിനിഷ്ഡ് ഇമേജ് ആണ് തരിക. പക്ഷേ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ കോൺവെക്സ് ലെൻസ് ഒരു ലാർജ് ഇമേജ് തരും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ റിയൽ ഇമേജ്, എ വെർച്വൽ ഇമേജ്. അതെപ്പോഴാണ്? വെൻ ദി ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്, ദിസ് ഈസ് ദി ഓപ്റ്റിക് സെൻറ്റർ, ഒക്കെ മറ്റേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. ആൻഡ് സപ്പോസ് ദിസ് ഈസ് ദി ഫോക്കൽ ലെങ്ത്. ഇഫ് ദി ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് നിയർ ദി focus or in between focus and the lens, ഫോക്കസിന് ഓപ്റ്റിക് സെൻറ്ററിന് ഇടയിലാണ് വെച്ചതെങ്കിൽ ഇത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകും, ഈ റേയും ഇങ്ങോട്ട് പോകും, ഈ രണ്ട് റേയും ഇങ്ങോട്ട് വരച്ചാൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഓക്കെ, സോ വി ഹാവ് ടു എക്സ്റ്റെൻഡ് ഇറ്റ് ബാക്ക് and it will meet at a particular point. There we will get a image, and surely this will be a magnified, highly magnified ആയിരിക്കും. But it's a virtual image. അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. We can see it. പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. വെർച്വൽ ഇമേജ് മീൻസ് വി ക്യാൻ സീ ഇറ്റ്, വി കാൻറ്റ് പ്രൊജക്റ്റ് ഓൺ എ സ്ക്രീൻ. അത്രേ പ്രശ്നമുള്ളൂ. അതോടെ ആവശ്യമില്ല. മൈക്രോസ്കോപ്പിൽ നമുക്ക് കാണുന്ന സാധനം കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതാണ്. ദിസ് ഈസ് സിംപ്ലസ്റ്റ് മൈക്രോസ്കോപ്പ്. ഓക്കെ, സിംപ്ലസ്റ്റ് മൈക്രോസ്കോപ്പ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. മാഗ്നിഫിക്കേഷൻ സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യുക. ദെൻ ദി പ്രോബ്ലം വി ഹാവ് ടു ഡു എ പ്രോബ്ലം. ഓക്കെ, ഇവിടെ രണ്ട് കൺസെപ്റ്റുകളാണ് ഉപയോഗിക്കുക. ഒന്ന്, ആ പൊസിഷൻ മനസ്സിലായല്ലോ. ഒന്ന്, സിമ്പിൾ മൈക്രോസ്കോപ്പ് രണ്ട് തരത്തിൽ ഉപയോഗിക്കുന്നു. If we are putting the image object here, just in between the focus and the optic center, we will get an image somewhere here. Okay, മാഗ്നിഫൈഡ് ഇമേജ് ആണ് കിട്ടുക. മാഗ്നിഫൈഡ് ഇമേജ് ആണ് കിട്ടുക. ഈ കിട്ടുന്ന ഇമേജ് നമ്മളൊന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ലീസ്റ്റ് വിഷൻ്റെ ഉള്ളിൽ കിട്ടും. We will get the image within the least vision, അല്ലെങ്കിൽ വിൽ ഗെറ്റ് എ മാഗ്നിഫൈഡ് ഇമേജ്. അത്രയും പഠിച്ചാലും മതി. വിൽ ഗെറ്റ് എ മാഗ്നിഫൈഡ് ഇമേജ്. ബട്ട് ഇറ്റ് വിൽ മേക്ക്, ഇങ്ങനെ വന്നു വീഴുന്ന ഇമേജ് കണ്ണിൻ്റെ ലീസ്റ്റ് വിഷൻ്റെ ഉള്ളിലായിരിക്കും. കണ്ണിൻ്റെ ലീസ്റ്റ് വിഷനിലായിരിക്കും ഇത് വന്നു വീഴുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ കണ്ണിന് സ്ട്രെയിൻ ആണ്. അപ്പോൾ ഇവിടെയാണ് ഇമേജ് വെക്കുന്നതെങ്കിൽ, ദി ഓബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് വിൽ ബി അറ്റ് ഡി. ആ പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ ക്ലാരിഫൈ ചെയ്യാം. പരീക്ഷ ഈ വാചകം മതി. നിങ്ങൾ നോക്കി നോക്കൂ, ഒരു സാധനം വളരെ അകലെയുള്ളത്, ക്ലാരിറ്റി കുറവാണ്, ചെറുതായിട്ട് കാണുന്നു. അടുത്ത് വരുന്നതോറും അതിനെ വലുതായിട്ട് കാണുന്നു, സൂം ചെയ്ത് കാണുന്നു, വലുതായിട്ട് കാണുന്നു. ഏറ്റവും വലുതായിട്ട് കാണുന്നത് എപ്പോഴാണ്? വെൻ ഇറ്റ് ഈസ് വെരി ക്ലോസ്. ഡിയുടെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലുതാകില്ല, കാണില്ല, ബ്ലർഡ് ആകും. അപ്പോൾ ടു ഗെറ്റ് എ മാഗ്നിഫൈഡ് ഇമേജ്, ദി ഇമേജ് മസ്റ്റ് ഫോം അറ്റ് ഡി. ഇപ്പോൾ മനസ്സിലായോ? ടു ഗെറ്റ് എ മാഗ്നിഫൈഡ് ഇമേജ് മസ്റ്റ് ഫോം അറ്റ് ഡി. If it is in between D and I, D is 25 centimeter. If it is 20 centimeter, we can't see it clearly. But 25 centimeter ആണ്, D 25 centimeter ആണ് ഒരാളെ കണ്ടെങ്കിൽ ഡിയിൽ ഇമേജ് ഫോം ചെയ്യുന്നതാണ് ഏറ്റവും മാഗ്നിഫൈഡ്. അതിനെയാണ് നമ്മളുടെ ഒരു മെത്തേഡ്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ചോദിക്കും. ഡിയിലെ നമുക്ക് ഇങ്ങനെ പിടിച്ച് കുറേ നേരം വായിക്കാനൊന്നും പറ്റില്ല. ഇഫ് ദി ഇമേജ് ഈസ് ഫോമിങ് അറ്റ് ഡി, ദി സ്ട്രെയിൻ വിൽ ബി വെരി ഹൈ. കണ്ണിന് സ്ട്രെയിൻ വളരെ കൂടുതലായിരിക്കും. ദെൻ ദർ ഇസ് അനദർ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്, പുട്ട് ദിസ് ഓബ്ജക്റ്റ് ഇൻ ദി ഫോക്കസ്. ആ ലെൻസ് ഒന്ന് നീക്കിയാൽ മതി. ലെൻസ് ഒന്ന് നീക്കി ഫോക്കസിൽ വയ്ക്കുക. ഫോക്കസിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക? ഇതിങ്ങനെ ഇൻഫിനിറ്റിയിൽ പോകും. ദി ഇമേജ് വിൽ ബി അറ്റ്, ഇമേജ് എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിൽ. അപ്പോൾ ഇമേജ് ചെറുതായിരിക്കും, പക്ഷേ കണ്ണിന് സ്ട്രെയിൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അല്ലേ ഇത് പറഞ്ഞപ്പോൾ ഒരുത്തം പറഞ്ഞത്, അതന്നെ പക്ഷേ വായിക്കുമ്പോഴേ ഭയങ്കര സ്ട്രെയിനാണ്, ഉറക്കം വരിക. പുറത്തിരുന്നിട്ട് ഇങ്ങനെ ചക്രവാളത്തിലേക്ക് നോക്കി, കാട്ടിലേക്ക് നോക്കി, ആകാശ നക്ഷത്രം കാണുമ്പോൾ എന്ത് സുഖമാണ്. കണ്ണിന് സ്ട്രെയിൻ ഇല്ലാത്ത കാരണം അല്ലേ? അതല്ല, നല്ല പെട്ട കിട്ടാഞ്ഞിട്ടാണ്. അപ്പം എന്നാലും നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കുറവാണ് അകലെയുള്ള ഓബ്ജക്റ്റിന് കാണുമ്പോൾ.
ഡിസ്റ്റൻറ്റ് ഓബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ക്ലോസ് വിഷനിൽ ഇപ്പോൾ മൊബൈൽ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കരുത്, കമ്പ്യൂട്ടർ കുറേ നേരം നോക്കിയിരുന്നത്. കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെ ഒരേ സ്ക്രീനിലേക്കാണ് ഇത് ഡിസ്റ്റൻസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ കണ്ണിൻ്റെ ഐലൻസ് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കുറേ നേരം. കുറേ കഴിയുമ്പോൾ ആ സീലറി മസിൽസ് ഇങ്ങനെ നംബ്ഡ് തരിക്കുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. കുറേ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പാൻസീവ് പവർ, ഒരു എലാസ്റ്റിക് റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ച് പിടിച്ച് നിങ്ങൾ 2 ദിവസം പിടിച്ച് നോക്കിയേ, അത് ഇറ്റ് വിൽ ലൂസ് ഇറ്റ്സ് പ്രോപ്പർട്ടി. അതൊക്കെയാണ് കാരണം. സോ വി ഹാവ് ടു ഗിവ് ദി എക്സസൈസ് ഫോർ ഇറ്റ്. എന്നാലാട്ടെ നമ്മുടെ കാര്യങ്ങളല്ല. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. രണ്ടിൻ്റെയും ഇതിന് സ്ട്രെയിൻ കുറവാണ്, പക്ഷേ മാഗ്നിഫിക്കേഷനും കുറവാണ്. ഇനി രണ്ടിൻ്റെയും ഫോമുല നമുക്ക് പഠിക്കണം. ആദ്യം നമുക്ക് ഈ വരച്ചത് ഇമേജ് അറ്റ് ഡി. അപ്പോൾ രണ്ടാക്കിയോടെ ഞാൻ തിരിക്കുന്നു. ഒന്ന് ഫൈനൽ ഇമേജ് അറ്റ് ഡി. മാഗ്നിഫിക്കേഷൻ ഫോമുല ഡിഫറൻ്റ് ആണ്. ഫൈനൽ ഇമേജ് അറ്റ് ഡി. ഫൈനൽ ഇമേജ് അറ്റ് ഡി. ഇവിടെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ ഓബ്ജക്റ്റ് വയ്ക്കുന്നതൊക്കെ പറഞ്ഞില്ലേ, അതുകൂടി ഞാൻ വരയ്ക്കുക. അത് മാച്ച് കളഞ്ഞ കാരണം അത് നോക്കിയിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഇവിടെ ഫോക്കസ്, ഇവിടെ ഞാൻ ഓബ്ജക്റ്റ് വെച്ചു. Then it is to be extended to back. It is to be extended to back to get a image there. Image form ചെയ്യുന്ന എവിടെയായിരിക്കണം? ഇമേജ് ഫോമിനെ നമ്മൾ വി എന്ന് വിളിക്കും. ദാറ്റ് മസ്റ്റ് ബി അറ്റ് ഡി. ഇമേജ് മസ്റ്റ് ബി ഫോംഡ് അറ്റ് ഡി. ഓക്കെ, ദിസ് ഈസ് ഫോക്കസ് ആൻഡ് ദിസ് ഈസ് യു. ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ ഫോമുല ഉണ്ടാക്കുക. മാഗ്നിഫിക്കേഷൻ ഈക്വൽസ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മാഗ്നിഫിക്കേഷൻ ഫോമുല ആകുമ്പോഴുണ്ടോ? മാഗ്നിഫിക്കേഷൻ 3 ഫോർമുലകളാണ് നമ്മൾ പഠിക്കുക. 3 നമുക്ക് ആവശ്യം വരും ഈ ടോപ്പിക്കിൽ. ഒന്ന് വി ബൈ യു മാഗ്നിഫിക്കേഷൻ, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഇമേജ് ബൈ ലെങ്ത് ഓഫ് ഓബ്ജക്റ്റ്, അല്ലെങ്കിൽ angle subtended by the image by angle subtended by the object. അത് നേരത്തെ ഇത് മാത്രം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടും ഇത് പഠിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പോൾ പഠിക്കാം. ആംഗിൾ സബ്റ്റൻഡ് ബൈ ദി ഇമേജ് ബൈ ആംഗിൾ സബ്റ്റൻഡ് ബൈ ദി ഓബ്ജക്റ്റ്. അത് നമുക്ക് ഇനി ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ കാണാം അത് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. വി ബൈ യു. വി ബൈ യു. ഐ വോണ്ട് ടു ഇൻകോർപ്പറേറ്റ്. വി എന്ന് പറഞ്ഞാൽ ഡി ആണ്. യു നമ്മളിങ്ങനെ നീക്കിയേറ്റം മാക്സിമത്തിലേക്ക് കിട്ടുകയാണ്. ആൻഡ് ഐ ഹാവ് ടു കോർപ്പറേറ്റ് ദി ഫോക്കൽ ലെങ്ത് ഹിയർ. ആൻഡ് ഞാൻ യുവിനെ മാറ്റിയിട്ട് എഫിനെ കൊണ്ടുവരാൻ പോവാണ്. അതിന് എപ്പോഴും നമ്മുടെ ഒരു ട്രിക്ക് ഉണ്ട്. കീപ് ഇറ്റ് എസ് ഇക്വേഷൻ നമ്പർ 1. വിൽ റൈറ്റ് 1 by f equals 1 by v minus 1 by u. So 1 by u equals 1 by u equals 1 by ഇപ്പുറത്ത് കൊണ്ടുവന്നു, 1 by f അപ്പുറത്ത് പോകുമ്പോൾ 1 by v minus 1 by f. മനസ്സിലായോ? ഇതിന് ഇങ്ങോട്ടും കൊണ്ടുവന്നു, ഇതിന് ഇങ്ങോട്ടും കൊണ്ടുപോയി. അത് മൈനസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. മാഗ്നിഫിക്കേഷൻ ഈക്വൽസ് വി ഇൻറ്റു 1 by u, which is equal to v into 1 by v minus 1 by f, which is equal to v by v minus v by f, which is equal to 1 minus v by f. This is the magnification. But if v equals d ആണെന്നറിയാം. v equals d. d എന്ന് മാത്രമല്ല, that is a negative. ഇപ്പുറത്താണ്. അതായത് യു വി എഫ് എടുക്കുമ്പോൾ അങ്ങനെ കിടന്നോളും. അതിന് പകരം നിങ്ങൾ എന്ത് എഴുതിയാലും വെൻ യു മേക്ക് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ യു വി ഓർ എഫ്, യു ഹാവ് ടു പുട്ട് ദി സൈൻ. ആണ് എൻ്റെ റൂള്. ആ റൂൾ എല്ലാവരും തന്നെ ചിലത് മാഷ് സൈൻ കൺവെൻഷൻ ചെയ്യുന്നുണ്ട്, ചില സമയത്ത് ഉപയോഗിക്കുന്നില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. ഇൻ എനി ഫോമിൽ ഇൻ ദ ലൈറ്റ് ഇഫ് യു റൈറ്റ് വി യു ആർ ഒന്നും പ്രശ്നമില്ല. യു വി എഫ് ആർ 4 പേർക്ക് അതേ ഉള്ളൂ. ബട്ട് വെൻ എവർ യു സബ്സ്റ്റിറ്റ്യൂട്ട് ലെറ്റ് ഇറ്റ് ഈസ് എക്സ്, ലെറ്റ് ഇറ്റ് ഈസ് 2, ലെറ്റ് ഇറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ, അപ്പോൾ ചോദിക്കും മൈനസ് ആണോ പ്ലസ് ആണെന്ന്. ഈ ഹിന്ദിയിലെ ചോദിക്കണ പോലെ എന്ത് പറഞ്ഞാലും ഇവിടെ ചോദിക്കും സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ. അതേപോലെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി എവിടെയാണ്? ലെഫ്റ്റ് സൈഡ്. ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ ഐ വിൽ റൈറ്റ് എം ഈക്വൽസ് 1 minus negative d by f, or m equals 1 plus d by f. So this is the magnification of the simple microscope if the final image is at d, close image അല്ലെങ്കിൽ strainful image എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിൽ പറയാം. ഓക്കെ, now the next point, if we are making the image at infinity, ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും മാഗ്നിഫിക്കേഷൻ? അതിൻ്റെ പ്രൂഫ് സ്വല്പം ടഫാണ്. കുറച്ച് ആശയങ്ങൾ നോക്കി വെക്കുക. വീണ്ടും വീണ്ടും അത് എഴുതി പഠിക്കുക.
നമ്മൾ നേരത്തെ വരച്ച പടം ഒന്നുകൂടി ഞാൻ വരയ്ക്കുന്നു. ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ. കണ്ടീഷൻ എന്താണ്? ഓബ്ജക്റ്റ് വെക്കേണ്ടത് എഫിൽ. ഒരു റേ ഇങ്ങനെ പോകും, സെക്കൻഡ് എഫിൽ കൂട്ടിമുട്ടും. ദിസ് ഓൾസോ വിൽ ബി ദി എഫ്. ഒരു റേ ഓപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകും. ബോത്ത് റേസ് വിൽ ബി പാരലൽ. വരയ്ക്കുമ്പോൾ ഒരു പാരലൽ പോലെ തോന്നണ്ടേ? ഓക്കെ. സോ വിൽ എക്സ്റ്റെൻഡ് ഇറ്റ് ബാക്ക്. ഇതിങ്ങനെ പോയിട്ട് എവിടെയോ ഒരു ഇമേജ് ഉണ്ടാക്കി. എവിടെയോ ഒരു ഇമേജ് ഉണ്ട്, ഫാർ അവേ. ഈ ഡിസ്റ്റൻസ് അറിയില്ല, ഇത് നമുക്കറിയില്ല. ഇമേജിൻ്റെ ഹൈറ്റ് അറിയില്ല. ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എച്ച് വേണമെങ്കിൽ ഇവിടെയും വരയ്ക്കാം. ദിസ് ഈസ് ദി ഹൈറ്റ് എച്ച്. ഓക്കെ, മനസ്സിലായോ? ദെൻ ദിസ് ഈസ് ദി തീറ്റ ഐ. ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സബ്ടെൻഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓപ്റ്റിക് സെൻറ്ററിൽ ഓബ്ജക്റ്റ് സബ്ടെൻഡ് ചെയ്ത് തീറ്റ ഐ, ഇമേജ് സബ്ടെൻഡ് ചെയ്യുന്നത് തീറ്റ ഒ എന്നെഴുതും. അത് കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ ഈക്വൽസ് തീറ്റ ഐ ബൈ തീറ്റ ഒ. ഓക്കെ, ദെൻ തീറ്റ ഐ. നോർമൽ എന്താണ് തീറ്റയുടെ ഫോർമുല? നേരത്തെ പറഞ്ഞു തീറ്റയുടെ ഫോർമുല ഇമേജിൻ്റെ ഫോർമുലയാണ്. ഇമേജ് ഉണ്ടാക്കുന്നത്, ഇമേജ് ഇവിടെയാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ ഇമേജ് ഓബ്ജക്റ്റ് ഒക്കെ ഇവിടെയാണ് എടുക്കുന്നത്. പോട്ടെ, ഇമേജ് ഇവിടെ ആകുമ്പോൾ ആംഗിൾ ഈക്വൽസ് ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ തീറ്റ ഐ ഈക്വൽസ് ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ടു ഇമേജ്. ആംഗിൾ സബ്ടെൻഡ് എന്ന് പറഞ്ഞാൽ എത്രയുള്ള മക്കളെ? ഒരു ഓബ്ജക്റ്റ് നമ്മുടെ കണ്ണിലുണ്ടാക്കുന്ന ഈ ആംഗിൾ തീറ്റ. ആംഗിൾ ഈക്വൽസ് ആർക്ക് ബൈ റേഡിയസ്. ആർക്ക് എന്ന് പറയുന്നത് ഹൈറ്റ്, റേഡിയസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ദി ആംഗിൾ സബ്ടെൻഡഡ് തീറ്റ ഐ. ഇത് രണ്ടും കാണാൻ വഴിയില്ല. എന്താ കാരണം? ഹൈറ്റ് ഓഫ് ഇമേജ് അറിയില്ല, കുറേ അകലെ എവിടെയാണ്. ഡിസ്റ്റൻസ് ഇമേജ് തീരെ അറിയില്ല. പക്ഷേ മാത്തമെറ്റിക്സുകാർ പറയുന്നു ഇൻ ദിസ് ട്രയാങ്കിൾ ദി സ്മോൾ ട്രയാങ്കിൾ ആൻഡ് ബിഗ് ട്രയാങ്കിൾസ് ആർ സിമെട്രിക്കൽ. ഇപ്പോൾ ട്രയാങ്കുലർ സിമെട്രി അല്ലേ? ഇതാ ഇങ്ങനൊരു പടം വരച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇങ്ങനൊരു പടം വരച്ച് കഴിഞ്ഞാൽ ദേ ആർ സിമെട്രിക്കൽ. അപ്പോൾ ബൈ ദി ട്രയാങ്കുലർ സിമെട്രി, ട്രയാങ്കുലർ സിമെട്രി അനുസരിച്ച് അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ടു ഇമേജ് ഈക്വൽസ് എച്ച് ബൈ എഫ് അല്ലേ? എച്ച് ബൈ എഫ്. h by f. Okay, so theta I equals h by f. ഒരെണ്ണം കിട്ടി. theta I equals h by f. ഇനി theta O കിട്ടണം. Angle subtended by the object. Angle subtended by the object. എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ height of object divided by distance to object. ഇവിടെ നമുക്ക് ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ് എച്ച്, ഡിസ്റ്റൻസ് ഓബ്ജക്റ്റ് എഫ് എന്ന് എഴുതാം. ചെറിയൊരു പ്രശ്നമുണ്ട് അവിടെ. ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ് എച്ച്, ഡിസ്റ്റൻസ് ടു ദി ഓബ്ജക്റ്റ് ഞാൻ എഫ് എന്നല്ല എഴുതുന്നത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മൈക്രോസ്കോപ്പ് ഒരിക്കലും ഇങ്ങനെ പിടിച്ച് മാക്സിമം മാഗ്നിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഈ ഓബ്ജക്റ്റ് എവിടെയായിരിക്കണം? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ശരിക്കുള്ള വലുപ്പം, അതിന് വലുതാക്കലാണ്. ഈ ശരിക്കുള്ള വലുപ്പം തന്നെ വലുത് കിട്ടണമെങ്കിൽ, എൻ്റെ കണ്ണിന് ഫീൽ ചെയ്യണമെങ്കിൽ, സൂക്ഷിച്ച് മനസ്സിലാക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അകലെ പിടിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ വലുപ്പം ഫീൽ ചെയ്യുന്നു. വെൻ ഇറ്റ് കംസ് ടു ക്ലോസ് ഐ ഫീൽ ഇറ്റ് ലാർജർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എ ഫീലിംഗ്, ഇതിൻ്റെ വലുപ്പം മാറുന്നില്ല. ഐ ഫീൽ ഇറ്റ് ക്ലിയർ ഓർ ലാർജർ. എവിടെ എത്തുമ്പോഴാണിത് ഏറ്റവും ക്ലിയർ ആകുന്നത്, ഏറ്റവും ലാർജർ ആകുന്നത്? ഓബ്ജക്റ്റ് എവിടെ എത്തുമ്പോഴാണ് ഏറ്റവും ക്ലിയർ ആകുന്നത് അല്ലെങ്കിൽ ഏറ്റവും ലാർജർ ആകുന്നത്? ഡി എന്ന് നേരത്തെ പറഞ്ഞു. അപ്പം ഒരു സിംഗിൾ ലെൻസ് ഇമേജ് ഞാൻ നോക്കുമ്പോൾ ഈ ഓബ്ജക്റ്റ് ഡിയിലാണ് ഇരിക്കുന്നതെങ്കിൽ then I'll get the highest magnified image. ഏറ്റവും ക്ലാരിറ്റി കിട്ടുക ഡിയിലാണ്. അതിനൊക്കെ അടുത്ത് വരാൻ പാടില്ല, അകന്നു പോകാനും പാടില്ല. ഡിയിലാണ് ഏറ്റവും ക്ലാരിറ്റി കിട്ടുക. ഒരു ഓബ്ജക്റ്റിന് നോർമൽ ഐക്ക് ഒരു ഓബ്ജക്റ്റിന് ഏറ്റവും ക്ലാരിറ്റി കിട്ടുന്നത് ഡിയിലാണ്. സോ വി ഹാവ് ടു പ്ലേസ് ദി ഡിസ്റ്റൻസ് ടു ഓബ്ജക്റ്റ് ഫ്രം മൈ ഐ എത്രയായിരിക്കണം? ഡി ആയിരിക്കണം. സോ ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് ഡി. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി ദി മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു. മാഗ്നിഫിക്കേഷൻ ഈക്വൽസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? മാഗ്നിഫിക്കേഷൻ ഈക്വൽസ്
തീറ്റ ഐ നേരത്തെ ബോർഡ് മോഡൽ എഴുതിയാണ് തീറ്റ ഐ ബൈ തീറ്റ 0. ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇമേജ് ബൈ ആംഗിൾ ഓഫ് ഓബ്ജക്റ്റ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടു ഇമേജ് ബൈ ഡിസ്റ്റൻസ് ടു ഓബ്ജക്റ്റ്. 3 എണ്ണം അപ്പോൾ നമ്മൾ എഴുതുന്ന മാഗ്നിഫിക്കേഷൻ ഈക്വൽസ് ആംഗിൾ ഓഫ് ഓബ്ജക്റ്റ് ബൈ ആംഗിൾ ഓഫ് ഇമേജ്, which will be equal to h by d into അല്ലെങ്കിൽ divided by h by f, or which will be equal to h by d into f by h equals f by d. So we are getting it as f by d. ഇവിടെ തെറ്റിയിട്ടുണ്ടല്ലോ. ഇവിടെ തെറ്റി. I'm sorry. ഇവിടെ തെറ്റി. m equals height of image by height of object. Height of image by height of object v by u, അല്ലെങ്കിൽ height of image h dash by height of object, അല്ലെങ്കിൽ തീറ്റ ഇമേജിൻ്റെ തീറ്റ ഐ ബൈ തീറ്റ ഒ. So it will be equal to h by f divided by h by d, which will be equal to h by f into d by h. So it will be d by f. അപ്പോൾ നേരത്തെ കിട്ടിയ എത്രയാണ്? 1 പ്ലസ് ഡി ബൈ എഫ്. ഇവിടെ കിട്ടുന്ന എത്രയാണ്? വെറും ഡി ബൈ എഫ്. മാഗ്നിഫിക്കേഷൻ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. സോ അതിലൊരു കാര്യം കൂടിയും പറയാനുണ്ട്. ഇതിനൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട്, പരീക്ഷ ചോദിച്ചാൽ പറയാനായിട്ട്. ഇത് വെച്ച് നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ ഒരുപാട് കൂട്ടാനൊന്നും പറ്റില്ല. മാഗ്നിഫിക്കേഷൻ കൂടണമെങ്കിൽ എഫ് കുറയണം. എഫ് കുറഞ്ഞ് എന്തോരം കുറയും? ലെൻസ് ഇങ്ങനെ എഫ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി കുറയണം. ഡി കുറയുക എന്ന് പറഞ്ഞാൽ ലെൻസ് ഇങ്ങനെ തിന്നായിട്ട് വരണം, ഇങ്ങനെ ചെറുതായി വരണം. ബൾജ് ചെയ്ത ലെൻസിന് കർവേച്ചർ കൂടുതലാണ്. ഇങ്ങനെ നിൽക്കുന്ന ലെൻസിന് കർവേച്ചർ കൂടുതലാണ്, എഫ് കൂടുതലാണ്. മാഗ്നിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ എഫ് കുറയണം. ഡി നമുക്ക് കൺട്രോളൊന്നുമില്ല, എഫ് കുറയണം. എഫ് കുറയണമെങ്കിൽ നോക്കൂ, ലെൻസ് ഈസ് ടു ബി തിൻ. എത്ര തിന്നായാലും ലെൻസ് ആവണമല്ലോ, പേപ്പർ ആവാൻ പറ്റില്ലല്ലോ. സെൻറ്റർ ബൾജ് ചെയ്ത് വരണ്ടേ, എഡ്ജിനേക്കാൾ കുറച്ചും കൂടുതൽ സെൻറ്റർ വരണം. സോ ദർ ഇസ് എ ലിമിറ്റേഷൻ. അപ്പോൾ സാധാരണഗതിയിൽ എത്ര നല്ല ലെൻസ് ഉപയോഗിച്ചാലും ദി മാഗ്നിഫിക്കേഷൻ ഈസ് ഒരു 9, 10 അത് വിട്ടൊന്നും പറ്റാറില്ല. ഓർ ഇൻ ആൻഡ് അറൗണ്ട് 10 എന്ന് പറയാം. മാഗ്നിഫിക്കേഷൻ വിൽ ബി നോർമലി സിംഗിൾ ഡിജിറ്റ്, അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. ദി മാക്സിമം മാഗ്നിഫിക്കേഷൻ, പോസിബിൾ മാഗ്നിഫിക്കേഷൻ വിൽ ബി എ സിംഗിൾ ഡിജിറ്റ് നമ്പർ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി ഹലോ. അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇപ്പോൾ നേരത്തെ നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് പഠിച്ചു. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉണ്ടാക്കിയത്. അതിനൊരു വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പറയത്തക്ക മാഗ്നിഫിക്കേഷനൊന്നും അതിൽ കിട്ടില്ല. തിയറിറ്റിക്കലി സൈസ് മാക്സിമം 9 അപ് ടു 9, ഇൻ ആൻഡ് അറൗണ്ട് 9 ആണ് മാക്സിമം കിട്ടാവുന്ന വാല്യൂ. ബട്ട് ടു സീ ദി മെനി തിങ്സ് വി വാണ്ട് എ വെരി ഹൈ മാഗ്നിഫിക്കേഷൻ, അല്ലേ? കൊച്ചു കൊച്ചു കാര്യങ്ങൾ കാണുന്നതിനെ നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് എഴുതാനും വായിക്കാനല്ലോ. വി നീഡ് എ വെരി ഹൈ മാഗ്നിഫിക്കേഷൻ. ആൻഡ് ടു ഗെറ്റ് എ വെരി ഹൈ മാഗ്നിഫിക്കേഷൻ വി വിൽ യൂസ് എ മൈക്രോസ്കോപ്പ് കോൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൽ കൂടുതലുള്ളവർ രണ്ട് ലെൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മൈക്രോസ്കോപ്പിനെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. പരീക്ഷയിൽ ചോദിക്കുക കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? അത് വളരെ സിമ്പിളാണ്. ടു ഗെറ്റ് എ വെരി ഹൈ മാഗ്നിഫിക്കേഷൻ. ഹൗ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ്? ഒരു സ്കെച്ച് വരയ്ക്കണം, 2-3 വാചകങ്ങൾ എഴുതണം. ദെൻ ദി ഫോർമുല ഫോർ ദി മാഗ്നിഫിക്കേഷൻ. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കി വെക്കാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 ലെൻസാണ് ഉപയോഗിക്കുക. കണ്ണിനോട് അടുത്ത് നിൽക്കുന്ന ലെൻസ്, ദാറ്റ് ഈസ് കോൾഡ് ഐ പീസ്. ഐ ലെൻസ് എന്ന് പറയല്ലേ, ഐ പീസ്. ഐ ലെൻസ് കണ്ണിൻ്റെ ഉള്ളിലത്തെ ലെൻസ്. കണ്ണിനോട് അടുത്തിരിക്കുന്ന ലെൻസിനെ ഐ പീസ്. ഓബ്ജക്റ്റിൻ്റെ അടുത്തിരിക്കുന്ന ലെൻസ് ഒബ്ജക്റ്റീവ്. സോ വി ഹാവ് 2 lenses. One is called objective lens, and the other one is eye lens, eyepiece. Objective and eyepiece. ഓക്കെ, ഇതിൽ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ഫോക്കൽ ലെങ്ത് ആയിരിക്കണം.
the objective lens is of small focal lengths, and eyepiece must be large focal length. Eyepiece must be the large focal length. ഇനി വേറെ ഒന്നുകൂടി പരീക്ഷയൊക്കെ ചോദിച്ചു, അത് എൻട്രൻസിലാണ് എനിക്ക് ചോദിച്ചത്. ഇത് ചെറുതെന്ന് പറഞ്ഞ് രണ്ടും ചെറുതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചെറുതാക്കാം? ഒന്ന് ചെറുതൊന്ന് വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വാല്യൂ 10, ഒബ്ജക്റ്റീവ് ചെറുതാണ് ഒരു 10, മറ്റേത് 100 ആണോ? അല്ല, ബോത്ത് ആർ സ്മോൾ വാല്യൂസ്. ബോത്ത് ആർ സ്മോൾ വാല്യൂസ്. 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ഒക്കെയുള്ള ഒരു 2 സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബോത്ത് ആർ വിത്ത് എ വെരി സ്മോൾ ഫോക്കൽ ലെങ്ത്. അതിൽ തന്നെ ഒബ്ജക്റ്റീവിൻ്റെ ഏതാകണം ചെറുത്. ഒബ്ജക്റ്റീവ് 2 ആണെങ്കിൽ, അല്ലെങ്കിൽ ഐ പീസ് 2 ആണെങ്കിൽ ഒബ്ജക്റ്റീവ് 1.5 പറ്റുള്ളൂ എന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായോ? ഇത് പ്രത്യേകം ഓർത്തിരിക്കണം, ചോദിക്കാറുണ്ട്. അതുകൂടാതെ വേറെ സ്ഥലത്ത് അത്യാവശ്യം വരും. കഴിഞ്ഞ വർഷത്തെ ഒരു പരീക്ഷാ പേപ്പറിലാണ്, CBSE ബോർഡ് പരീക്ഷ പേപ്പറിലാണ്, 2 lenses of focal length 2.2 and 2.5 are used to make the microscope. What is the magnification? മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല എഴുതുമ്പോൾ നമുക്കതിൽ ഐപ്പീസ് ഒബ്ജക്റ്റീവിനൊക്കെ വേറെ വേറെ എഴുതണം. ആരാണ് ഐപ്പീസ്, ആരാണ് ഒബ്ജക്റ്റീവ് എന്ന് അറിഞ്ഞേ പറ്റും. അവർ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നമ്മളിത് നോക്കി പറയണം, ഇത് ഐപ്പീസാണ്, ഇത് ഒബ്ജക്റ്റീവാണ്. ചെറുത് ഐപ്പീസ്, ഇതല്ല ചെറുത്, ചെറുത് ഒബ്ജക്റ്റീവ്, വലുത് ഐപ്പീസ്. ചെറുത് ഒബ്ജക്റ്റീവ്, വലുത് ഐപ്പീസ്. അപ്പോൾ അത് നമ്മൾ നോക്കി എഴുതാൻ പറ്റും. അതുകൊണ്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് എൻ്റെ സ്കെച്ച് ഒന്ന് വരച്ചാലേ അടുത്തത് മനസ്സിലാവുള്ളൂ. ഒരു ആക്സിസിന്മേ 2 ലെൻസുകൾ, ഓക്കെ, ഒരു വലിയ ഐപ്പീസും ഒരു ചെറിയ ഒബ്ജക്റ്റീവ് ലെൻസും. ഇമേജ് ഓബ്ജക്റ്റ് ഇവിടെ വയ്ക്കുന്നു. അപ്പോൾ ഓബ്ജക്റ്റിന് 2 റേ വരച്ച് കഴിഞ്ഞാൽ ഒരു റേ ഇങ്ങോട്ട് വന്ന് അത് ഓബ്ജക്റ്റിൻ്റെ ഫോക്കൽ ലെങ്ത്തിലൂടെ കടന്നു പോകുന്നു. ഞാൻ കുറച്ചുകൂടി നീക്കി വരച്ചില്ലെങ്കിൽ ബോർഡ് ഇപ്പോൾ കൊള്ളില്ല. Is the focal length of objective. Okay, second ray നമ്മൾ എപ്പോഴും വരയ്ക്കുക ഇതിലൂടെ. Then these 2 rays are meeting together. So here comes the image. This is the object, the other one is the image. Okay, then ഇതിന് വേണമെങ്കിൽ നമ്മൾ H എന്ന് എഴുതുന്നു. ഇമേജ് ഒരു മാഗ്നിഫൈഡ് ഇമേജാണ് അവിടെ കിട്ടുക, ചെറിയ മാഗ്നിഫിക്കേഷൻ. If the position of lens is adjusted so that the focal length of eyepiece, this is the focal length of objective in the focal length, ഇത് ഐപ്പീസിൻ്റെ ഫോക്കൽ ലെങ്ത്, ഈ ദൂരം ഒബ്ജക്റ്റീവ് ഉണ്ടാക്കിയ ഇമേജിൻ്റെ ഡിസ്റ്റൻസ്, ഈ ദൂരം ഒബ്ജക്റ്റീവ് ഉണ്ടാക്കിയ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ മനസ്സിലായോ? ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ്, ഇമേജിൻ്റെ ഡിസ്റ്റൻസ്, 2 ഫോക്കൽ ലെങ്ത്. ഈ ഗ്യാപ്പിനെ ഇവർ തമ്മിലൊരു ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഗ്യാപ്പ് ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവമാണ്. എഫ് തൊട്ട് ഇമേജ് ഇരിക്കുന്ന പൊസിഷൻ വരെയുള്ള ഈ അകലം, ഇതിനെ L എന്നാണ് എഴുതുക. ഈ ദൂരം L എന്നാണ് എഴുതുക. അതിൻ്റെ പേര് ട്യൂബ് ലെങ്ത് എന്നാണ്. എന്തുകൊണ്ടോ ഇത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്.
NCERT ടെക്സ്റ്റിൽ വ്യക്തമായി ഈ വാചകം ഒരു വാചകത്തിൽ എഴുതുന്നു, ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോക്കൽ പോയിന്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ആൻഡ് ദി ഇമേജ് പൊസിഷൻ ഈസ് കോൾഡ് ദി ട്യൂബ് ലെങ്ത്. പക്ഷെ എന്നിരുന്നാലും പല പുസ്തകങ്ങളും പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ട്യൂബ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ട്യൂബിൻ്റെ ലെങ്ത്ത്. അതെന്താണ്, ഇവിടുന്ന് ഇവിടം വല്ല ദൂരം, ഇവിടുന്ന് ഇവിടം വല്ല ദൂരം തെറ്റി എഴുതുന്ന കണ്ടിട്ടുണ്ട്. ഈവൺ ഇൻ ദി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൾസോ. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, എനിക്കതിന് സൊല്യൂഷൻ എനിക്ക് പറയാനില്ല. ഇത് ലെങ്ത് ഓഫ് ദി ട്യൂബ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി മൈക്രോസ്കോപ്പ് അല്ലെ. മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആകെ എന്താണ്, ഈ അടുത്ത ലെൻസ് ഒരടുത്ത ലെൻസ്, ലെങ്ത് ഓഫ് മൈക്രോസ്കോപ്പ്. അപ്പം ലെങ്ത് ഓഫ് മൈക്രോസ്കോപ്പ് വേറെ, ട്യൂബ് ലെങ്ത് വേറെ. കാൽക്കുലേഷനിൽ വരുന്നത് ലെങ്ത് ഓഫ് മൈക്രോസ്കോപ്പ് അല്ല, ട്യൂബ് ലെങ്ത് ആണ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാഗ്നിഫിക്കേഷൻ കാൽക്കുലേഷനിൽ ദിസ് ഡിസ്റ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ആ സമയത്ത് നമുക്ക് നയപരമായ ഒരു തീരുമാനം എടുക്കാം, എ ജുഡീഷ്യൽ ഡിസിഷൻ which is to be substituted. Okay, വേറെ ഒന്നും എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദി ഇൻ്റർനെറ്റ് ബുക്ക്, സ്റ്റാൻഡേർഡ് ബുക്സ്, യു വിൽ ഫൈൻഡ് ദിസ് മിസ്റ്റേക്ക് ഇൻ മെനി പ്ലേസസ്. ഇൻ NCERT text it is clear that this is the length, tube length. ഓക്കെ, ഡെറിവേഷനിലും ഇത് ട്യൂബ് ലെങ്ത് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ട്യൂബ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുന്നു. മൈക്രോസ്കോപ്പ് രണ്ട് തരമുണ്ട്. എന്നാലും ഇനി പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. മൈക്രോസ്കോപ്പ് രണ്ട് തരമുണ്ട്. അടുത്തത് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പായിട്ട് ആക്ട് ചെയ്യാണ്. നേരത്തെ പഠിച്ച സിമ്പിൾ മൈക്രോസ്കോപ്പായിട്ട് ഇയാൾ ഒരു വലിയ ഇമേജ് ഉണ്ടാക്കി, അതിൻ്റെ രണ്ടാമത്തെ ആൾ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു രണ്ട് തരം ഇമേജസ് ഉണ്ട്. ഒന്ന്, എ മാഗ്നിഫൈഡ് ഇമേജ് വെരി ക്ലോസ് ബട്ട് ഇറ്റ് വിൽ മേക്ക് സ്ട്രെയിൻ. രണ്ട്, എൻ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി വിത്തൗട്ട് മച്ച് സ്ട്രെയിൻ. നമുക്ക് ഒന്നൊന്നായിട്ട് വേറെ വേറെ നോക്കണം. സപ്പോസ് വി വാണ്ട് എ ക്ലോസ് ഇമേജ് വരണമെങ്കിൽ ഇയാളുടെ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇടയിൽ ഓബ്ജക്റ്റ് വരണം. ഇവിടെ ഓബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇമേജ് ഇപ്പോൾ വർക്കിങ്ങാണ്. ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുന്ന ഇമേജ് ഐ പീസ് ഒരിക്കൽ കൂടി മാഗ്നിഫൈ ചെയ്യും. മാഗ്നിഫൈ ചെയ്യുന്നത് രണ്ട് വിധത്തിൽ. ഒന്ന്, ക്ലോസ് ഇമേജ് അറ്റ് ഡി വിത്ത് ലിറ്റിൽ സ്ട്രെയിൻ ഫോർ ഐ. മറ്റൊന്ന്, ലെസ് മാഗ്നിഫൈഡ് ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ബട്ട് ക്യാൻ ബി യൂസ് ഫോർ ലോങ് ടൈം വിത്തൗട്ട് മച്ച് സ്ട്രെയിൻ ഫോർ ദി ഐ. ഇഫ് യു വാണ്ട് ദി ഇമേജ് അറ്റ് ഡി, ക്ലോസ് ഇമേജ്, അതിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദി സെക്കൻഡ് object, first lens's image will act as the object of the second lens and it must be in between these two. ഈ ഫോക്കസിനും ഇയാളുടെ ഫോക്കസിനും ലെൻസിന് ഇടയിലാണ് ഇത് ഫോം ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്നുണ്ടാക്കുന്ന ഒരു ഇമേജ് എവിടെ ഫോം ചെയ്യും? അയാൾ ഇറ്റ് വിൽ ഫോം സംവെയർ, ഇറ്റ് വിൽ മേക്ക് എൻ ഇമേജ് സംവെയർ ഹിയർ when we are looking through this. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ we will get an image here. ഇതുണ്ടാകുന്ന എവിടെ വെച്ചാണ്? ഡിയിൽ. ഇമേജ് അറ്റ് ഫൈനൽ ഇമേജ് അറ്റ് ഡി. ഡിയിൽ ഉണ്ടാകാനുള്ള കണ്ടീഷൻ എന്താണ്? ഫോക്കസിൻ്റെ അപ്പുറത്തേക്ക് വരണം. ഐ പീസിൻ്റെ ഫോക്കസിനും ഐ പീസിൻ്റെ ഇടയിലാണ് ഫസ്റ്റ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ ഡിയിൽ വരും. ഐ പീസിൻ്റെ ഫോക്കസിലാണ് ആദ്യത്തെ ലെൻസിൻ്റെ ഇമേജ് ഉണ്ടാകുന്നതെങ്കിൽ, അതായത് ഇവിടെയാണ് ആദ്യത്തെ ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ, അത് ഫോം ചെയ്യാനായിട്ട് ഇതെല്ലാം മാറ്റാം. നമ്മൾ എന്താ ചെയ്യുക? ഈ ലെൻസിനെ കുറച്ചും കൂടി അങ്ങോട്ട് നീക്കും. ഈ ലെൻസിനെ കുറച്ചുകൂടി അങ്ങോട്ട് നീക്കിയിട്ട് ഈ രണ്ട് പോയിന്റ് തമ്മിൽ കൂട്ടിമുട്ടിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇമേജ് ഈസ് ഓൺ ദി ഫോക്കസ് ഓഫ് ദി സെക്കൻഡ് ലെൻസ്. Then second lens will make an image എവിടെ? Second lens will make an image at infinity. Second lens will make it infinity. ഓക്കെ, അപ്പോഴാണ് ഇത് മാറുന്നത്. ഈ എല്ല് അങ്ങോട്ട് ഓവർലാപ്പ് ചെയ്യുന്നതിന് പകരം ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇൻഫിനിറ്റിയിൽ എത്തുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ലെങ്ത് ഓഫ് ദി മൈക്രോസ്കോപ്പ് എത്രയായിരിക്കും. ഇൻഫിനിറ്റി ഇമേജിന് ലെങ്ത് ഓഫ് മൈക്രോസ്കോപ്പ് എത്രയായിരിക്കും? F0 വേണം ഇവിടെ വരെയുള്ളത്. ഇവിടുന്ന് ഇവിടെ വരെയുള്ളത് എന്താണ്? എല്. അവിടെ ആയിരിക്കണം മറ്റാളുടെ ഫോക്കസ്, എല്ലിലായിരിക്കണം അടുത്ത ആളുടെ ഫോക്കസ്. അപ്പോൾ FE.
or length of microscope equals f0 plus L plus fe. മനസ്സിലായോ? അപ്പോൾ ട്യൂബ് ലെങ്ത് വേറെ, മൈക്രോസ്കോപ്പ് ലെങ്ത് വേറെ. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമേജ് ഉണ്ടാകുന്നത് എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിൽ. ഇൻഫിനിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ കുഴപ്പം, അതിൻ്റെ മാഗ്നിഫിക്കേഷൻ കുറയും, ബട്ട് ലെസ് സ്ട്രെയിൻ. ഇതിനേക്കാൾ കുറച്ച് നീളം കുറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നീളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും. ഇത് ഇങ്ങനെ പിടിച്ച് നോക്കുക, നോക്കിയിട്ട് പതുക്കെ ഇതൊന്ന് പതുക്കെ നീക്കി അല്ലെ, മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോക്കസ് ഇപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇമേജ് അറ്റ് ഡി. രണ്ട് കണ്ടീഷൻ ഓർക്കുക. നൗ വി ആർ ഇത്ര തന്നെ ഉള്ളൂ. ഈ പടം വരയ്ക്കണം, ഈ കണ്ടീഷൻ എഴുതണം. നല്ല ഇമേജ് കിട്ടാൻ അല്ലെങ്കിൽ സ്ട്രെയിൻ ഫ്രീ ഇമേജ് കിട്ടാൻ എന്ത് വേണം? മാഗ്നിഫൈഡ് ഇമേജ് കിട്ടാൻ എന്താണ് കണ്ടീഷൻ? വർക്കിംഗ് ചോദിച്ചാൽ പറയാൻ ഇത്രയേ ഉള്ളൂ. ഐപീസ് വിൽ, ദി ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് നിയർ ദി ഐപീസ്. ഐപീസ് വിൽ ഫോം ഇറ്റ്സ് ഫസ്റ്റ് ഇമേജ്. ദി ഫസ്റ്റ് ഇമേജ്, if it is on the focus of the second lens, we'll get a infinite image. If it is little ahead of the second focal length of the second lens, we'll get a close image. ഇത്രേ വർക്കിംഗ് ഉള്ളൂ. ഇനി ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കലാണ്. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആംഗുലർ മാഗ്നിഫിക്കേഷനാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ആംഗുലർ മാഗ്നിഫിക്കേഷൻ്റെ കണക്കനുസരിച്ച് മാഗ്നിഫിക്കേഷൻ കാണാനായിട്ട് ഇവിടുത്തെ ആദ്യം ആംഗുലർ മാഗ്നിഫിക്കേഷൻ അല്ല, ആംഗിൾ സബ്ടെൻഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ആംഗിൾ സബ്ടെൻഡ് ഈ ബീറ്റ. അപ്പോൾ ഇതും ബീറ്റ ആയിരിക്കും അല്ലേ. ആ ആംഗിൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എച്ചിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാമല്ലോ. ഇതെന്തായിരിക്കും? ഇതും എച്ച് ആയിരിക്കും അല്ലേ. ഇത് എച്ച് ആയിരിക്കും. ദിസ് വിൽ ബി f0, ദിസ് വിൽ ബി L. ഞാൻ ബാക്കിയൊക്കെ മാറ്റിയാണ് എൻ്റെ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട്. ഇത്രയും പാർട്ടേ നമുക്ക് വേണ്ടു. ബാക്കിയുള്ളൊക്കെ മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഫ്രീ ഫോർ ദിസ്. നൗ ഗോ ത്രൂ ദി ട്രയാങ്കിൾ. ഇവിടെ നിന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ട്രയാങ്കിളിൻ്റെ ഇത് എച്ച്, ഇത് ഇമേജിൻ്റെ ഹൈറ്റ് എച്ച് ഡാഷ് or beta equals h dash by ഈ ദൂരം L. ബീറ്റ ഈക്വൽസ് h dash by L അല്ലേ. അതുപോലെ തന്നെ മറുവശത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലോ, ഇപ്പോഴത്തെ ട്രയാങ്കിൾ എഴുതി കഴിഞ്ഞാലോ, ബീറ്റ ഈക്വൽസ് h by ഈ ദൂരം f0 ആണ്. ബീറ്റ ബൈ f0, ബീറ്റ ബൈ h ഡാഷ്. സിമ്പിൾ ഇക്വേറ്റ് ചെയ്യൂ. h dash by L equals h by f0. h dash by h equals L by f0. h dash by h equals L by f0. What is h dash by h? Is it the magnification? അല്ലേ, മാഗ്നിഫിക്കേഷൻ നമ്മൾ നേരത്തെ എഴുതി 3 ഫോർമുലകൾ. എന്താണ്? മാഗ്നിഫിക്കേഷൻ ഈക്വൽസ് ഒന്നുകിൽ വി ബൈ യു, അല്ലെങ്കിൽ എച്ച് ഡാഷ് ബൈ എച്ച്, അല്ല എങ്കിൽ ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഓബ്ജക്റ്റ് ബൈ ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഇമേജ്. മറിച്ച് ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഓഫ് ഇമേജ് ബൈ ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഓഫ് ഓബ്ജക്റ്റ്. ഇതാണ് ഇതിൻ്റെ 3 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഫസ്റ്റ് ലെൻസ് കിട്ടി. ഫസ്റ്റ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ കിട്ടി. ദിസ് ഈസ് ദി മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഈക്വൽസ് L by f0. നൗ ദി മാഗ്നിഫിക്കേഷൻ ഓഫ് ദി സെക്കൻഡ് ലെങ്ത് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ, അതിന് വീണ്ടും ഡിറൈവ് ചെയ്യുന്നില്ല. നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ കണ്ടു ദി മാഗ്നിഫിക്കേഷൻ ഓഫ് സെക്കൻഡ് ലെൻസ്. 2 വിധത്തിൽ. ഇഫ് യു വാണ്ട് ദി ഇൻഫൈനൈറ്റ് ഇമേജ്, ഒന്ന് ഇൻഫൈനൈറ്റ് ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഐ പീസ് ഈക്വൽസ് d by fe. Then total magnification equals m0 me. So which will be equal to L by
FE into L by FO into D by FE. L by FO into D by FE. This is the magnification of the compound microscope. Epo, if the image is at infinity. If the image is at D, D ലാണ് image ഉണ്ടാകുന്ന second case. D ലാണ് image ഉണ്ടാകുന്നതെങ്കിൽ we'll get the magnification of that second lens equals 1 plus D by FE ആണ്. അങ്ങനെ വരുമ്പോൾ അതുപോലെ M of I lens, M of objective equals നേരത്തെ കണ്ടുപിടിച്ച തന്നെ L by F0. So we can write the magnification as L by F0. രണ്ടിനും product അല്ലേ? Magnification equals M0 ME equals L by F0 into 1 plus D by FE. രണ്ടും തമ്മിലൊരു 1ൻ്റെ വ്യത്യാസമുണ്ട്. So this is for the infinite, the close object, close image. This is for the infinite image. ഈ രണ്ട് ഫോർമുല ബൈ ഹാർട്ട് പഠിക്കുകയോ എങ്ങനെയെങ്കിലും ഓർത്തിരിക്കുക. ഡെറിവേഷനും പഠിക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ടാകാറുണ്ട്. ഈ L by F0ക്ക് പകരം നമുക്ക് എഴുതാവുന്ന L by F0 എവിടെ നിന്നാണ് കിട്ടിയേ? മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് L by F0. അങ്ങനെയാണ് ഇവിടെ രണ്ടിടത്ത് ഒരു പ്രത്യക്ഷപ്പെട്ട രണ്ട് ഇക്വേഷനിൽ. പക്ഷേ മാഗ്നിഫിക്കേഷൻ മറ്റൊന്നുണ്ടല്ലോ, V0 by U0. മാഗ്നിഫിക്കേഷൻ ഈക്വൽസ് V0 by U0യും ഉപയോഗിക്കാറുണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ വേണമെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ആവശ്യം വരിക. L by F0ക്ക് പകരം V0 by U0 എഴുതിയാൽ ദിസ് ഇക്വേഷൻ ബിക്കം V0 by U0 into D by FE. ഇത് വലിയ യൂസ് ഒന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ U0 അളക്കാൻ എളുപ്പമാണ്. എത്ര അകലത്തിലാണ് ഇമേജ് ഇരിക്കുന്നത്. V0 അളക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. എവിടെയാണോ ഓബ്ജക്റ്റ് ഉണ്ടായത്, എവിടെയാണോ ഓബ്ജക്റ്റ് ഇമേജ് ഉണ്ടായത്, ആദ്യത്തെ ആളുടെ ഇമേജ് ഉണ്ടായതല്ലേ V0. അത് ട്യൂബിൻ്റെ ഉള്ളിൽ എവിടെയോ ആണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മെഷർ. പക്ഷേ എക്സാമിനേഷന് പ്രോബ്ലമായിട്ട് ചോദിക്കാറുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് ദി ട്യൂബ് ലെങ്ത്, എനിക്ക് ചിലപ്പോൾ ഈ ട്യൂബ് ലെങ്ത്തിൻ്റെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ കൂടി ആയിരിക്കാം ഇത് ഉപയോഗിക്കുന്നത്. ഇത് ട്യൂബ് ലെങ്ത്, ലെങ്ത് ഓഫ് ട്യൂബ് തമ്മിലുള്ള വ്യത്യാസം ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം. ചില പഴയ CBSE പേപ്പർ, സ്റ്റേറ്റിൽ കണ്ടിട്ടില്ല, CBSE പേപ്പറിൽ V0 യൂസ് ചെയ്യുന്നത് മാഗ്നിഫിക്കേഷൻ ചോദിക്കുന്ന ഒരു രംഗം കണ്ടിട്ടുണ്ട്. ഓർക്കുക, ഇവിടെയും അത് വരാം കേട്ടോ. L by F0ക്ക് വരാം V0 by U0 ഉപയോഗിക്കാവുന്നതാണ്. സോ ദിസ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് മൈക്രോസ്കോപ്പ്. ഇനി മൈക്രോസ്കോപ്പിൽ ഒരു കാര്യം കൂടിയും പഠിക്കാനുണ്ട്. ചിലപ്പോൾ ചോദിച്ചുകൊണ്ടുള്ളൊരു ചോദ്യം, പ്രത്യേകിച്ച് എൻട്രൻസിലാണ് അത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. പഴയ ബോർഡ് പേപ്പറുകളിൽ ഞാനങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല, ഇല്ലെന്ന് ഞാൻ പറയില്ല, ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ദാറ്റ്സ് കോൾഡ് ദി റെസൊല്യൂഷൻ ആൻഡ് റിസോൾവിംഗ് പവർ. എന്താണ് റിസോൾവിംഗ് പവർ? റിസോൾവിംഗ് പവർ RP. റിസോൾവിംഗ് പവർ RP. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, രണ്ടും കൂടി ഒരുമിച്ച് പഠിച്ചാലേ അറിയുള്ളൂ, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഇതറിഞ്ഞാൽ ഇത് രണ്ടും പറയാൻ പറ്റുള്ളൂ. രണ്ട് ഓബ്ജക്റ്റുകളെ തിരിച്ചറിയാനുള്ള, ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മൈക്രോസ്കോപ്പിൻ്റെ കഴിവിനെയാണ്, മൈക്രോസ്കോപ്പ് ആയാലും ടെലസ്കോപ്പ് ആയാലും ഉണ്ട് കേട്ടത്, ഫോർമുലയ്ക്ക് വ്യത്യാസം ഉണ്ടെന്നുള്ള, രണ്ട് ഓബ്ജക്റ്റുകളെ തിരിച്ചറിയാനുള്ള മൈക്രോസ്കോപ്പിൻ്റെ ഇവിടെ എന്നുള്ളത് മൈക്രോസ്കോപ്പിൻ്റെ ആ കഴിവിനെയാണ് റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. റിസോൾവിംഗ് പവർ കൂടുന്തോറും the ability to resolve two things means separate ആയിട്ട് കാണാനായിട്ട്. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കളെ രണ്ടായി തിരിച്ചറിയാനുള്ള കഴിവ്, അല്ല മൈക്രോസ്കോപ്പിൻ്റെ കഴിവ്. നമ്മളിങ്ങനെ രണ്ട് സ്പോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പോട്ടിനെ രണ്ടായിട്ട് തന്നെ കാണാൻ പറ്റുമോ? കുറേ അകലെ നോക്കിക്കഴിഞ്ഞത് ഒരു സ്പോട്ടായിട്ട് തോന്നും അല്ലേ? അതിലും കുറേ അകലെ പോയ സ്പോട്ട് തന്നെ തോന്നില്ല. അപ്പോൾ രണ്ട് സ്പോട്ടുകളെ ഒരുമിച്ച് കാണാനുള്ള ഈ മൈക്രോസ്കോപ്പിൻ്റെ കഴിവിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലിമിറ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നു. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഡോട്ട്സ് ടു ഐഡൻറ്റിഫൈ ടു സെപ്പറേറ്റ്ലി ഈസ് നോൺ ആസ് ദി ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. രണ്ടുപേരെ വ്യത്യസ്തമായി കാണണമെങ്കിൽ ഇവർ തമ്മിലുണ്ടായിരിക്കേണ്ട മിനിമം അകലം.
ഈ രണ്ട് ഡോട്ടുകളെ രണ്ടായി കാണണമെങ്കിൽ ഇവർ തമ്മിലുണ്ടായിരിക്കേണ്ട മിനിമം അകലത്തിന് വിളിക്കുന്ന പേരാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഇത് കാണാൻ പറയാറുണ്ട്. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ്റെ റെസിപ്രോക്കലാണ് റിസോൾവിംഗ് പവർ. അപ്പോൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആദ്യം ഒന്ന് കണ്ടുവെക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു λ/2 mu sin theta. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഈക്വൽസ് λ/2 mu sin theta. ഓക്കെ, മനസ്സിലായോ? 2 mu sin. ആരൊക്കെയല്ലേ പറയുന്ന ആളുകൾ ലാംഡ ദി വേവ് ലെങ്ത് യൂസ്ഡ് എന്തിന്? ആ മൈക്രോസ്കോപ്പിൽ നിന്ന് ഓബ്ജക്റ്റിനെ വെളിച്ചം കൊടുക്കാൻ, ഇല്ലൂമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെളിച്ചത്തിൻ്റെ വേവ് ലെങ്ത്. ഓക്കെ, ദെൻ mu is the refractive index of the eyepiece. Mu is the objective. Mu is the refractive index of objective. And theta. Theta is the semi-vertex angle by which the objective is placed. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒബ്ജക്റ്റീവ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമ്മളൊരു ഇമേജ് വയ്ക്കുന്ന ഓബ്ജക്റ്റ് വളരെ വലുതൊന്നല്ല. ഓബ്ജക്റ്റിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ലൈറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ, the angle made by the light with the principal axis, and that is called the theta semi-vertex angle. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ലാംഡയ്ക്ക് ചെറിയൊരു ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. അത്രയും ഡെപ്തിലൊന്നും ബോർഡ് എക്സാമിന് ചോദിക്കില്ല, എൻട്രൻസിൽ ചോദിക്കാറുണ്ട്. ലാംഡയ്ക്ക് ചെറിയ ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. ഈ രണ്ടെണ്ണത്തിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കാണണമെങ്കിൽ വി ഹാവ് ടു ഇൻക്രീസ് ദി ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കൂട്ടണമെങ്കിൽ എന്ത് വേണം? ലാംഡ കുറയ്ക്കണം. ഈ മ്യൂ മനുഷ്യനെ ഇങ്ങനെ ഏറ്റവും അകലിൽ കാണാം. മിലിറ്ററി പർപ്പസിനൊക്കെ 10 കിലോമീറ്റർ അകലും 20 കിലോമീറ്റർ ഈ ബയോളജിക്കൽ അത് ടെലസ്കോപ്പുകളിൽ. ബയോളജിക്കലാണെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ കൂട്ടി കൊണ്ടുവരണം. രണ്ട് വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്ത് കാണാം, രണ്ട് സെല്ലുകളെ സെപ്പറേറ്റ് ചെയ്ത് കാണണം. അങ്ങനെ വരുമ്പോൾ നമ്മളിത് കൂട്ടണം. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കൂട്ടാനുള്ള ശ്രമം നമ്മൾ നടത്തി തുടങ്ങി. മ്യൂവിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണ്? ഗ്ലാസ് വെക്കേണ്ട ലെൻസിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയുണ്ടായാലും 1-നും 1.5 ഇടയിലേ കിട്ടുള്ളൂ. 1.56 അല്ലെങ്കിൽ 6.2 വരെയുള്ള ലെൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ വി ഹാവ് ടു ചേഞ്ച് ദി ക്വാളിറ്റി ഓഫ് ദി ലെൻസ്, ബട്ട് ഇറ്റ് ഈസ് ലിമിറ്റഡ്. ദെൻ ലാംഡ സൈൻ തീറ്റയ്ക്ക് മാക്സിമം കൊടുത്താലും 1 വരെ എത്തുന്നുള്ളൂ. ഓക്കെ, ദെൻ സൈൻ തീറ്റ കുറയ്ക്കുക. എത്ര കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ദർ ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ദി ആംഗിൾ. ലെൻസ് ഇങ്ങനെ ചെറുതാക്കി കഴിയുമ്പോൾ ലിമിറ്റേഷൻ ഓഫ് ദി ആംഗിൾ. ലാംഡ കൂട്ടാനുള്ള ശ്രമം മനുഷ്യൻ കുറേ കാലം നടത്തിയിട്ടുണ്ട്. സാധാരണ വൈറ്റ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേവ് ലെങ്ത്ത് 6000 ആംസ്ട്രം അല്ലെങ്കിൽ ആവറേജ് 5000 ആംസ്ട്രത്തിൻ്റെ അടുത്ത് ആണ് അതിൻ്റെ 5000 × 10⁻⁻10 വരെയാണ് അതിൻ്റെ വേവ് ലെങ്ത്ത് വരുന്നത്. പിന്നെ ഈ വേവ് ലെങ്ത്ത് കൂട്ടാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് നമ്മൾ പലതരം ലൈറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇറ്റ് ഈസ് ഇല്യൂമിനേറ്റഡ് വിത്ത് സേ ദി ഇലക്ട്രോൺ ബീം കൊണ്ട് നമ്മൾ അതിനെ ഇല്യൂമിനേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തി വി ട്രൈ ടു ചേഞ്ച് ദി വേവ് ലെങ്ത്. ഓക്കെ, അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു ടെലിസ്കോപ്പ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ടെലിസ്കോപ്പ് ആകുമ്പോൾ അത് ഒന്നുകിൽ ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പുകളുണ്ട്, ടെറിസ്ട്രിയൽ ടെലിസ്കോപ്പുകളുണ്ട്. ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രങ്ങളെയൊക്കെ കാണുന്ന ടെലിസ്കോപ്പ്. ടെറിസ്ട്രിയൽ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ കുറേ അകലിൽ തന്നെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൊച്ചു ബൈനോക്കുലേഴ്സ്, കുറച്ച് അകലിലുള്ളത്. ഇവരൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇത് 2 തരം ടെലിസ്കോപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലിസ്കോപ്പ്, മറ്റൊന്ന് റിഫ്ലക്ഷൻ ടൈപ്പ് ടെലിസ്കോപ്പ്. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് രണ്ടിനെ കുറിച്ചും ചെറിയ സ്കെച്ച് വരയ്ക്കാൻ ചോദിക്കും, മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. ആദ്യം നമുക്ക് റിഫ്രാക്ഷൻ ടൈപ്പ് നോക്കാം. റിഫ്രാക്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലെൻസ് വെച്ചിട്ടുള്ളത്. റിഫ്ലക്ഷൻ ടൈപ്പ് എന്ന് കഴിഞ്ഞാൽ മിറർ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ റിഫ്രാക്ഷൻ ടെലിസ്കോപ്പ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കണ്ട പോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ലെൻസസ്. ഒന്ന് നമുക്ക് ഐ ലെൻസ് എന്ന് വിളിക്കാം. ഐ പീസ്, മറ്റൊന്ന് ഒബ്ജക്റ്റീവ്. ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലാർജ് ഒബ്ജക്റ്റീവാണ് ഉപയോഗിക്കുക. മൈക്രോസ്കോപ്പിൻ്റെ നേരെ തിരിച്ച് വി വിൽ യൂസ് എ ലാർജ് ഒബ്ജക്റ്റീവ് ആൻഡ് എ സ്മോൾ ഐ പീസ്. സ്മോൾ ഫോക്കൽ ലെങ്ത്, ലാർജ് ഫോക്കൽ ലെങ്ത്ത് ഉപയോഗിക്കുന്നു. ലാർജ് ഫോക്കൽ ലെങ്ത്തിൻ്റെ ഒബ്ജക്റ്റീവും സ്മോൾ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഐ പീസുമാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കി വെക്കുക. ഒബ്ജക്റ്റീവ്
കുറേ അകലെയുള്ള ഓൾമോസ്റ്റ് ഇൻഫിനിറ്റി എന്ന് കൂട്ടിയാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസുള്ള അകലെയുള്ള ഒരു ഓബ്ജക്റ്റിൻ്റെ ഇമേജ് ഉണ്ടാക്കും. എവിടെ ഉണ്ടാക്കും? ഫോക്കസിൽ ഉണ്ടാക്കും അല്ലേ? നമുക്കത് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇതേ ഇങ്ങനെ വന്ന് ഇറ്റ് വിൽ മേക്ക് ആൻ ഓബ്ജക്റ്റ് ഇമേജ്. നമുക്കത് വരയ്ക്കാത്തൊരു ബുദ്ധിമുട്ടാണ്, കാരണം ഇത് രണ്ടും കൂടി വരുമ്പോൾ അങ്ങനെ ചെരിഞ്ഞ് വരുമ്പോൾ ഇതാ ഇറ്റ് വിൽ മേക്ക് ആൻ ഇമേജ് നിയർ ദി ഫോക്കസ്. ഫോക്കസ് അതാണ് ശരിക്കും ഫോക്കസിലാണ് ഇത് ഉണ്ടാക്കുക. ഫോക്കസ് നമുക്കിത് വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് നീക്കി വരയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇറ്റ് വിൽ മേക്ക് ആൻ ഇമേജ് അറ്റ് ഫോക്കസ്. ഇറ്റ് വിൽ മേക്ക് ആൻ ഇമേജ് അറ്റ് ഫോക്കസ്. ദെൻ ഈ ഇമേജിനെ അടുത്ത ഒരു ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്നു. So this we can treat as the FO. ഈ ദൂരം we can treat as FO. Then FO എന്ന് പറയുന്നത് ഈ ഇമേജ് പൊസിഷൻ, this image position, suppose the focal length of the eyepiece. ആദ്യത്തെ ആളുണ്ടാക്കിയ ഇമേജ് രണ്ടാമത്തെ ലെൻസിൻ്റെ ഫോക്കസിലാണ് വീണതെങ്കിൽ ഇയാൾ എവിടെ ഇമേജ് ഉണ്ടാക്കും? അയാൾ ഇൻഫിനിറ്റിയിൽ മറ്റൊരു ഇമേജ് ഉണ്ടാക്കും. ഇറ്റ് വിൽ മേക്ക് എൻ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. വെൻ ഒബ്സർവിങ് ത്രൂ ഇറ്റ്. ഇങ്ങനെ വരയ്ക്കാതെ it will make an object here. Then okay, we will get an image at infinity. ഇതിൻ്റെ മാഗ്നിഫിക്കേഷനാണ് നമുക്ക് നോക്കേണ്ടത്. ഈ ഉണ്ടാക്കുന്ന മാഗ്നിഫിക്കേഷൻ, ഫസ്റ്റ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ നമുക്കിതിൻ്റെ ആംഗിൾ സബ്ടെൻഡഡുകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കി വെക്കാം. ആൻഡ് ദിസ് ഈസ് ദി ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദി ഓബ്ജക്റ്റ് ആൽഫ. ഇമേജ് പ്രിൻസിപ്പൽ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ സബ്ടെൻഡഡ് അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ദിസ് ഈസ് ബീറ്റ. ആ രണ്ടും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ കാണാൻ പറ്റും. ഓക്കെ, സപ്പോസ് ദിസ് ഹൈറ്റ് ഈസ് എ എച്ച്. അതിന് ആവശ്യമില്ല, അത് ട്രിഗണോമെട്രിക്കൽ റൂൾസിന് വേണം, അത് കഴിഞ്ഞാൽ വെട്ടിപ്പോക്കോളും. വാട്ട് വിൽ ബി ദി ആൽഫ? ആൽഫ ഈക്വൽസ് h divided by e distance, which is f0. Okay, then what is beta? Beta equals h divided by this distance, that is fe. And what is magnification? നമ്മൾ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ വി ബൈ യു അല്ലെങ്കിൽ ബീറ്റ ബൈ ആൽഫ. സോ വി ക്യാൻ ടേക്ക് ബീറ്റ ബൈ ആൽഫ. മാഗ്നിഫിക്കേഷൻ ഈക്വൽസ് ബീറ്റ ബൈ ആൽഫ, വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് ബൈ എഫ് ഇ ഇൻറ്റു f0 by h. So it will be f0 by fe. f0 by fe. Okay, so that is the magnification. ഇവിടെയും ലെങ്ത് ഓഫ് ദി ടെലസ്കോപ്പ് ചോദിച്ചാൽ, ലെങ്ത് ഓഫ് ടെലസ്കോപ്പ് നോക്കിയേ f0 പ്ലസ് fe. രണ്ട് കാര്യം ചോദിക്കേണ്ടത്, ലെങ്ത് ഓഫ് ടെലസ്കോപ്പ് f0 പ്ലസ് fe. ഓക്കെ, അതുപോലെ മാഗ്നിഫിക്കേഷൻ ഈക്വൽസ് f0 ബൈ fe. f0 by fe. ഈ രണ്ട് കാര്യങ്ങൾ ചോദിക്കാറുള്ളൂ, ഐദർ എ പ്രോബ്ലം ഓർ എ ഇക്വേഷൻ ഫോർ ദിസ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ഡിയിൽ ഇമേജ് ഫോം ചെയ്യിക്കാം കേട്ടോ. കുറച്ചും കൂടി അടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഈ ലെൻസിനെ കുറച്ചും കൂടി നീക്കി കഴിഞ്ഞാൽ ഡിയിൽ ഇമേജ് ഫോം ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒരെണ്ണം കൂടി, ഒരു ഇൻസ്ട്രുമെൻറ്റ് കൂടി പഠിക്കാനുള്ളത്. അത് കാര്യമായിട്ടൊന്നുമില്ല. സംടൈംസ് ദേ വിൽ ആസ്ക് എ ഫിഗർ.
no need of any more calculation. That is the reflecting type telescope. Reflecting type telescope. Newton ആണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന ആൾ. അപ്പോൾ ന്യൂട്ടോണിയൻ ടെലസ്കോപ്പ് ഉണ്ട്, റിഫ്ലക്റ്റിംഗ് ടൈപ്പ് മിററുകൾ ഉപയോഗിച്ചുള്ള ന്യൂട്ടോണിയൻ ടെലസ്കോപ്പ് ഉണ്ട്. കുറേ കൂടി ഇഫക്റ്റീവായിട്ട് അത് ചെയ്ത ആദ്യത്തേത് കാസിഗ്രെയിൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. സോ NCERT സിലബസ് അനുസരിച്ച് കാസിഗ്രെയിൻ ടെലസ്കോപ്പാണ് അവർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് എൻ്റെ പടമുണ്ട്, ആ പടം വരയ്ക്കുക, വേറെ ഒന്നുമില്ല, വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. അതിൽ 2 മിററുകളാണ്, ഇതിങ്ങനെ ഇരിക്കുന്ന 2 മിററുകൾ. ഈ 2 മിററുകൾ ഒരു ട്യൂബിൽ പിടിപ്പിച്ചിരിക്കുന്നു. ഫിഗർ മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ, എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളത് പടത്തിൽ കണ്ടുകൊണ്ട് മനസ്സിലാവും. ആൻഡ് ദിസ് പീസ് ഈസ് ഫിറ്റഡ് വിത്ത് 2 മിറേഴ്സ്. 2 മിററുകൾ വെച്ചിരുന്നു. പാരാബോളിക് മിററുകളാണ് സാധാരണ ഉപയോഗിക്കാറ്, മിറർ പീസുകൾ. ദെൻ ഇവിടെയായിട്ട് ഒരു മിറർ കൂടി വയ്ക്കുന്നു. അങ്ങനെ 3 മിററുകളാണ്. വരുന്ന റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്ന റേ ഓഫ് ലൈറ്റ് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും, ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് അത് ഇങ്ങോട്ട് പോകും. ഇവിടെയായിട്ടൊരു ഐ പീസ്, ആ ട്യൂബിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാവുന്ന ഒരു ഐ പീസ് വെച്ചിട്ടുണ്ടാകും. അതുപോലെ ഇവിടെ വരുന്ന റേയും ഇവിടെ തട്ടുന്നു, ഇവിടെ നിന്നത് ഇവിടേക്ക് പോകുന്നു, ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഇതിനകത്തേക്ക് പോകുന്നു, വേവ് ഇങ്ങനെ പോകുന്നു. So this is the diagram of the Cassegrain reflecting type telescope. ഇതിൽ വേറെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, വർക്കിംഗ് ഒന്നും പറയല്ലേ, പടം വരച്ചു കൊടുക്കാം. പിന്നെ ചോദിക്കാനുള്ള ചോദ്യം ഇതിലെ വാട്ട് ഇസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ദി കാസിഗ്രെയിൻ ടൈപ്പ്? മാഗ്നിഫിക്കേഷൻ മറ്റേനേക്കാൾ കുറച്ച് കുറവാണ്, ബട്ട് ഇറ്റ് ഹാവ് എ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജ്. അത് മാത്രം പലതവണ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, there we are using lens. And to make the terrestrial telescopes അല്ലെങ്കിൽ നമ്മുടെ ബൈനോക്കുലേഴ്സ് ഒക്കെ ചെറുതാണ്. ഒരു ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കിലോ കണക്കിന് ടൺ കണക്കിന് തൂക്കമുള്ളതൊക്കെയാണ് ഈ സാധനം. ആ ലെൻസുകൾ അത്രയും ഹ്യൂജ്ലി മൗണ്ടഡ് ലെൻസുകളാണ്. അതിന് കനമുണ്ട്, അതിന് ഒരുപാട് കോസ്റ്റ് ഉണ്ട്, കോസ്റ്റിനൊക്കെ കൂടുതലായിട്ട് കനമുണ്ട്, തിക്കാണ്. സോ ഇറ്റ് ഇസ് മാസീവ്. ഈ ലെൻസ് പിടിപ്പിക്കത്തിരി വിഷമാണത്രേ. എന്താ കാരണം? ലെൻസ് ഇങ്ങനെ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ പിടിപ്പിച്ചിട്ട് ഇവിടെ മാത്രമല്ല ഒരു പിടുത്തുണ്ടാവുള്ളൂ. ഇത്രയും തൂക്കമുള്ള ലെൻസ് അങ്ങനെ പിടിപ്പിക്കുമ്പോൾ മറിഞ്ഞു വീഴും. മിറർ കുഴപ്പമില്ല, മിറർ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം അല്ലേ. ഇവിടെ ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഭംഗിയായിട്ട് ഒട്ടിച്ച് വയ്ക്കാം. സോ മൗണ്ടിങ് ഈസ് ഈസിയർ. കൺസ്ട്രക്ഷൻ ആൻഡ് മൗണ്ടിങ് ഈസ് ഈസിയർ. പറഞ്ഞു മനസ്സിലായോ? ഒരു മിറർ ചുമരുമൊട്ടിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു ലെൻസ് ചുമരുമൊട്ടിക്കാൻ പറ്റില്ല. കാരണം ലെൻസിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് കടന്നു പോകണമെങ്കിൽ അവിടെ ഒരു വലിയൊരു ഇത് ഉണ്ടാക്കണം. അപ്പോൾ വലിയൊരു റിങ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം ലെൻസ് പിടിപ്പിക്കാനായിട്ട്. മൗണ്ടിങ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇവിടെ മൗണ്ടിങ് ഈസ് ഈസിയർ. വെയിറ്റ് ഈസ് ലിറ്റിൽ ലെസ്സർ. ലെൻസിന് വെയിറ്റ് കൂടുതലാണ്, അതിൻ്റെ തിക്നെസ് ഉണ്ടാക്കണ്ടേ, അപ്പോൾ ഇത് കൂടുതലാണ്. ഇത് എത്ര കനം കുറഞ്ഞാലും കുഴപ്പമില്ല. കർവേച്ചർ അനുസരിച്ചാണ് ഇതിൻ്റെ വാല്യൂസ് വരുന്നത്. കനമല്ല, കർവേച്ചർ. ലെൻസ് അങ്ങനെ, ലെൻസിന് തിക്നെസ് വേണം. സോ ഇറ്റ് ഈസ് ഈസിയർ ടു മേക്ക് തിൻ ഓർ ലൈറ്റ് വെയ്റ്റ് റിഫ്ലക്റ്റേഴ്സ് ആൻഡ് ഈസി ടു മൗണ്ട്. ഈ 2 പോയിൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ടാണ്. മൂന്നാമതൊരു പോയിൻ്റ് കൂടിയുണ്ട്. 3 പോയിൻ്റാണ് പഠിക്കേണ്ടത്. മൂന്നാമത്തേത്, ലെൻസിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ലൈറ്റ് പാർഷ്യലി അബ്സോർബ്സ്. എനർജി വേസ്റ്റേജ് ഉണ്ട്. അപ്പോൾ കിട്ടുന്ന ഇമേജ് അത്ര ക്ലാരിറ്റി കിട്ടണമെന്നില്ല. പക്ഷേ മിററിന് ദി വേസ്റ്റേജ് ഓഫ് ലൈറ്റ് ഈസ് മിനിമം, since it is reflecting only and is not refracting. Refracting ടൈമിലാണ് മീഡിയം അതിൻ്റെ എനർജി വലിച്ചെടുക്കും. Here there is no energy absorption, so we will get a clear picture. അതുകൊണ്ട് ഇന്ന് വൻതോതിൽ ഇതും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഈ 3 അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. 3 അഡ്വാൻറ്റേജസ് ഓവർ ദി കാസിഗ്രെയിൻ ടൈപ്പ്. 3 അഡ്വാൻറ്റേജസ് ഓഫ് കാസിഗ്രെയിൻ ടൈപ്പ് ഓവർ ദി terrestrial microscope, refraction type microscope. Okay, ഒരു ക്വസ്റ്റ്യൻ